പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ബീഹാറിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നോ? ദൈവകൃപയാല് സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹമായി നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? തീർച്ചയായും. ഓക്കെ ഓക്കെ, കർത്താവ് ബലപ്പെടുത്തട്ടെ സിസ്റ്റർ. ജീവിതത്തിലെ കർത്താവ് കൊണ്ടുവന്ന ഒത്തിരി വഴികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയ സിസ്റ്റർ. അത് കേൾക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങോട്ട് സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങോട്ട് ദാസ്യമായി അടുത്തു വരുന്നു. ദാസ്യ ദൈവം ബലപ്പെടുത്തിയായിട്ട് കർത്താവേ അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള ദൈവകൃപ നിന്റെ ദാസിയുടെ മേൽ പരിശുദ്ധ കർത്താവോടുന്ന പകർന്നു കൊടുക്കുമാറാകണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയൊരു വിടുതലായി മാറുവാനും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. അത് മനസ്സിലാക്കുവാൻ സഹായിക്കുമാറാകണമേ. കേൾവിക്കാർക്ക് ഈ സാക്ഷ്യത്തിലൂടെ അങ്ങയുടെ മഹത്വമേറിയ നാമം ഉയർത്തപ്പെടുവാന് കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഓക്കെ സിസ്റ്റർ, കർത്താവ് സിസ്റ്ററോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ സിസ്റ്റർ നൽകി തരികയാണ്. സിസ്റ്ററിന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ സിസ്റ്റർ. അല്ല, അതിന് മുന്നമേ തന്നെ സിസ്റ്റർ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ബീഹാർ എന്ന് ഞാൻ പറഞ്ഞു. എവിടെ നിന്നാണ് ബീഹാറിൽ? സിസ്റ്ററിൻ്റെ പേരും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. എന്റെ പേര് റേച്ചൽ ജഹാംഗീർ എന്നാണ്. ഞാൻ ബീഹാറിലെ പട്നയ്ക്കടുത്ത ബക്സർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ബക്സർ ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. കേരളത്തില് എൻ്റെ വീട് കേരളത്തിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അവിടുന്ന് 2009 മുതൽ ഞങ്ങളിവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇനിയുള്ള സമയം ഞാൻ സിസ്റ്ററിന് തരാം. സിസ്റ്ററിന്റെ ചെറുതിലെ തൊട്ടുള്ള എല്ലാ അനുഭവങ്ങളും സിസ്റ്ററിന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിയോടിന് വളരെ നന്ദി പറയുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളായിരിക്കുന്ന കർത്താവ് രക്ഷിച്ച നമ്മളുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം, ഏറ്റവും മഹത്വമുള്ള നിമിഷം എന്ന് പറയുന്നത് ആ യേശുവിനെ കുറിച്ച്, ആ യേശു ചെയ്ത ഉപകാരം ഒരാളോട് പറയാനായിട്ട് കിട്ടുന്ന അവസരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അനുഭവങ്ങള് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഹൈറേഞ്ച് ആണ്. കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവര് കോട്ടയം കുറവലഞ്ഞാടുള്ളവരാണ്. എൻ്റെ അമ്മച്ചി പാലായ്ക്കടുത്തുള്ളൊരു സ്ഥലത്തുള്ള ആളായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ ഇടുക്കിയിലേക്ക് സ്ഥലം മേടിച്ച് പോയവരാണ്. അങ്ങനെ അവിടെ നല്ലൊരു കാർഷിക കുടുംബത്തില് ജനിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. ഞങ്ങൾ CSI ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. പക്ഷെ എൻ്റെ അപ്പച്ചൻ അങ്ങനെ ചർച്ചിലൊന്നും പോകാറില്ല. എൻ്റെ അപ്പച്ചൻ പറയുന്നത് സത്യസന്ധമായിട്ട് ജീവിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, നന്നായി അധ്വാനിക്കണം. അതിനാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നന്നായി ചെയ്യണം. അതായത് എപ്പോഴും പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ഇതിനൊന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ
ഉള്ള വീടിനടുത്ത് അവിടുന്ന് പെന്തക്കോസ് സഭകളോ പ്രാർത്ഥിക്കുന്ന കൂട്ടങ്ങളോ ഒന്നും ആ സമയത്ത് എൻ്റെ ചെറുപ്പത്തിലില്ല. അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി ഒരു വെള്ള സാരിയും വെള്ള ബ്ലൗസും ഇട്ടിട്ട്, ഞാനന്ന് തീരെ ഒരു 2-3 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. ആ വെള്ള ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തൂടെ വരും. അപ്പൊ എന്റെ അപ്പച്ചൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവര് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആരെയും നീ വീട്ടിൽ കയറ്റരുത്. കാരണം അവർക്ക് അധ്വാനിക്കാനായിട്ടുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് ജീവിക്കണം, അതിനാണ് ഇവരിങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എൻ്റെ അപ്പച്ചൻ വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ അമ്മച്ചി ആ അമ്മനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക. അപ്പൊ ഞാനും എൻ്റെ അമ്മച്ചിയായിരിക്കും വീട്ടിലുണ്ടാകുക പ്രാർത്ഥിക്കുന്ന സമയത്ത്. ആ ആന്റി എൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഒരു വീട്ടിലെ റൂമിലിരുന്ന് ആ ആന്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കെ അതാണ് ആ പ്രാർത്ഥനയാണ് എൻ്റെ കുടുംബം ഇന്നും ജീവനോടെ ഇരിക്കാൻ ഒരു കാരണം. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കെ എന്നെ അപ്പച്ചൻ അറിയില്ല, ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് നല്ല ഒരു നിലയിലാണ് ആ അവസരത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഞാനൊരു നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ആ സമയത്ത് ഞാൻ സ്കൂളിൽ പോയാല് ഞാൻ കുറച്ച് പൈസയുള്ള, കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന പിള്ളേരുമായിട്ട് കൂട്ടുകൂടുക, അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഭക്ഷണമാണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും അവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. പക്ഷേ കുറച്ചിരി പൈസ കുറഞ്ഞ പിള്ളേർ, അല്ലെങ്കിൽ ഇത് കഴിക്കാനായിട്ട് കിട്ടാത്ത പിള്ളേർക്കിട്ട് ഞങ്ങൾ കൊടുക്കത്തില്ല. ഞാൻ ഏറ്റവും വലിയ ചെയ്ത പാപമാണ്, ദൈവം എന്നെ ഓർമ്മപ്പെടുത്തിയ പാപമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നാൽ ഞാൻ പറയും, അയ്യോ വയറ് കേടാകും, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കളയാം. ആ വയറ് കേടാകാതിരിക്കാൻ ആ സ്വീറ്റ്സ് എടുത്ത് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കാതെ അത് പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഒരു നഴ്സറിയിൽ നിന്നൊരു 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേനും എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാതെ വന്നു, അസുഖമായി. അപ്പൊ എൻ്റെ അമ്മച്ചിനെ കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൂടെ നടന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടും ഡോക്ടർമാർ എന്താ അസുഖമെന്ന് കണ്ടുപിടിക്കുന്നില്ല. അമ്മച്ചിയുടെ അസുഖം എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഹൃദയം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇടിക്കും, അപ്പോഴത്തേനും കുഴഞ്ഞു വീഴും. ഇതാണ് അസുഖം. അപ്പൊ ഇപ്പം മരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഹൃദയം ഇടിക്കുന്ന സമയത്ത് ഈ ഞരമ്പെല്ലാം ഇങ്ങനെ പൊങ്ങി വരുന്നത് നമ്മൾക്ക് കാണാം. അപ്പൊ വീഴും. അപ്പൊ ഹോസ്പിറ്റലിൽ കൂടെ ഒരുപാട്, പിന്നെ ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങത്തില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരുപാട് ഹോസ്പിറ്റലിൽ കൂടെ ഇങ്ങനെ കൊണ്ടുനടന്നു. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ ചെറിയൊരു കൊച്ചാണല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും സ്നേഹം അമ്മയോടാ. അങ്ങനെ അമ്മേനെ ഒത്തിരി സ്നേഹിക്കുമ്പം എനിക്ക് ഈ അമ്മയ്ക്ക് എന്തോ സംഭവിക്കുന്നു, അല്ലെങ്കിൽ മരിക്കുവോ എന്നുള്ളൊരു ഭയം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കയറിക്കൂടിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പറ്റുന്നില്ല, ഭയങ്കരമായ വിഷമങ്ങളായി. അപ്പൊ ഞാൻ 1-ല് 2-ല് 3-ലെല്ലാം പഠിക്കുമ്പോൾ ഇവര് ഹോസ്പിറ്റലിൽ കൂടെയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൂടെ നടന്നിട്ട് ഇടയ്ക്ക് വീട്ടിൽ വരും. അപ്പം ഇങ്ങനെ കുറച്ച് സ്ഥലം വിറ്റിട്ട് പോകും, പിന്നെ കുറെ പശുവിനെ വിറ്റിട്ട് പോകും. അങ്ങനെ സാധനങ്ങൾ വിറ്റ് അങ്ങനെ കാര്യങ്ങൾ നടത്തുക. ആ സമയത്ത് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പോയി, കൃഷിയെല്ലാം നശിച്ചു. അങ്ങനെ എല്ലാം വല്ലാത്തൊരു അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ലാസ്റ്റായിട്ട് കാരിത്താസ് ആശുപത്രിയിൽ കുറെ നാളുകൾ കിടന്നു. അവസാനം അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഇനി കൊണ്ടുപോയിക്കോ, ഇനി ആരെങ്കിലും കാണിക്കാനുണ്ടെ കാണിച്ചോ, അല്ലാതെ ഇനി രക്ഷപ്പെടുകയില്ല എന്നുള്ളൊരു അനുഭവത്തിലാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ 4 പെൺപിള്ളേര് 2 ആൺപിള്ളേരാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എൻ്റെ അപ്പച്ചൻ വിചാരിച്ചു, എനിക്ക് ഈ 4 പെൺപിള്ളേരെ അമ്മയില്ലാതെ എനിക്ക് വളർത്താൻ പറ്റില്ല, എൻ്റെ പിള്ളേരെല്ലാം ഒരാധാരം ഇല്ലാത്ത പോലെ ആയിപ്പോകും എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങളോടൊന്നും പറയുന്നില്ല. നീ സ്ഥലം എല്ലാം വിറ്റു, വീടെല്ലാം കുറെ പൈസക്ക് കൂട്ടുകാർക്ക് കുറച്ച് പൈസ മേടിച്ച് കൂട്ടുകാർക്കെല്ലാം ഈ സ്ഥലവും വീടും എല്ലാം എഴുതി കൊടുത്തിട്ട് ഞങ്ങളുടെ തറവാട് രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അങ്ങോട്ട് ഞങ്ങളെല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നു. അപ്പം മനസ്സിലെന്താണ്,
ഇവർക്കെല്ലാം വിഷം കൊടുത്തിട്ട് ഞാനും വിഷം കഴിച്ച് മരിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് മരിക്കണം. അപ്പം അവിടെ കിടന്ന് മരിച്ചാൽ ആരും കാണത്തില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് മരിക്കാന്നുള്ള പ്ലാനിലാണ് ഞങ്ങളെ മക്കളെ എല്ലാം കൂട്ടി ഇവിടെ വന്നത്. അപ്പൊ എനിക്കും എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര വിഷമാണ്. അപ്പൊ ആൾക്കാരൊക്കെ അമ്മ മരിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര വിഷമാണ്. അങ്ങനെ വിഷമിച്ച് പിന്നെ അപ്പൊ അവിടെ ഏലത്തിന്റെ കൃഷിയുണ്ട്, അവിടെ ചെമ്മണ്ണാറിൽ ഏലത്തിന്റെ കൃഷിയുണ്ടായിരുന്നു, ഇവിടെ ഏലത്തിന്റെ കൃഷിയുണ്ട്. അപ്പൊ ഏലത്തിനടിക്കാൻ വേണ്ടിയിട്ട് വിഷം മേടിച്ചു വയ്ക്കും. അത് ഭയങ്കര ഇതായിട്ടുള്ള വിഷമാണ്. അത് ഒരു ചെറിയ ബോട്ടില്ല, പക്ഷെ അത് ഒരുപാട് വെള്ളത്തിനകത്ത് 2-3 തുള്ളി ഒഴിച്ച് അങ്ങനത്തെ ഒരു വിഷമാണ്. അത് ആര് കഴിച്ചാലും മരിക്കും, അങ്ങനത്തെ ഒരു വിഷം. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് അവസാനം ഞാൻ വിചാരിച്ചു, എനിക്ക് എന്താണെങ്കിലും അമ്മ മരിക്കുമ്പം എനിക്കത് കാണാൻ പറ്റില്ല. അപ്പം അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം. അപ്പൊ എനിക്ക് മരിച്ച പിന്നെ അമ്മ മരിക്കുന്ന എനിക്ക് കാണണ്ട. അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അപ്പം വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഞങ്ങൾക്ക് കഷ്ടപ്പാടാ, ബുദ്ധിമുട്ടും എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടുകളുമാണ്. അമ്മ മരിക്കുന്നതിനിപ്പുറം മരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വിഷം എടുത്തിട്ട്, അത് കുറെ സ്ഥലമുണ്ട് അവിടെ. ആ സ്ഥലത്തിൽ അങ്ങനെ ആരും താമസമില്ല, ഈ 1-2 വീടേ അവിടെ ഉള്ളൂ. ഒന്ന് എൻ്റെ അപ്പച്ചൻ്റെ അനിയന്റെ വീട്, പിന്നെ ഒന്ന് എൻ്റെ വല്യപ്പച്ചൻ്റെ വീട്. അങ്ങനെ അവിടേക്ക് ഞാൻ അവിടെ നിന്ന് വിഷം എടുത്ത് ആരും കാണാത്ത ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ, ഈ പള്ളകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അതിന്റെ അടുക്ക് കയറിയിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വിഷം കഴിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും എനിക്ക് സങ്കടം വരാൻ തുടങ്ങി. അയ്യോ, ഇത്രയും നാളും എത്ര സന്തോഷം, എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമായിരുന്നു ഞങ്ങളുടെ അപ്പനും അമ്മയും. ഞങ്ങൾ എത്ര സന്തോഷമായിട്ട് ജീവിച്ചു, എന്താ ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയത്, ഇനി എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ല, ഇനി ഞാൻ മരിക്കാൻ പോവുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ പ്ലാവ്, ഇപ്പൊ ഒരു ചിങ്ങമാസത്തിന്റെ സമയമാണ്, നല്ലൊരു വെയിലാണ് ആ സമയത്ത്. ഒരു 10-10:30 സമയം, ആകാശം നല്ല നീല നിറത്തിൽ ഇങ്ങനെ നല്ലൊരു വെയിലൊക്കെ ഉള്ള ഒരു സമയം. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു പ്ലാവാണ് എന്റെ പുറകിൽ, ആ പ്ലാവിലേക്ക് ഇങ്ങനെ തല ചാരി വെച്ചിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ ഹൃദയം പൊട്ടിപ്പോകുന്ന എന്തൊരു വേദന എൻ്റെ ഉള്ളിലുണ്ടായി, സഹിക്കാൻ പറ്റാത്ത വേദന. എനിക്ക് അന്ന് വരെ ഞാൻ ചർച്ചയിൽ പോകും, എല്ലാ സൺഡേ സ്കൂളിലും ഞാൻ പോകും, എല്ലാ ആരാധനയ്ക്കും പങ്കെടുക്കും, പക്ഷെ ഒരിക്കൽ പോലും യേശു ജീവിക്കുന്ന ദൈവമാണെന്നോ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്നുള്ള യാതൊരു ചിന്തയോ വിശ്വാസമോ എൻ്റെ ഉള്ളിലില്ല. യേശുവോട് എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കും, പക്ഷെ ഇങ്ങനെ ഇരിക്കും അവിടെ ഞാൻ. അതെന്തോ നമുക്കൊരു കടമയെന്നോ, അതങ്ങനെ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടതാണല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യേശു കേൾക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പരീക്ഷയുടെ സമയമാകുമ്പം എവിടെ കുരിശിൽ ഇത് പള്ളിയുണ്ട് അവിടെ കൊണ്ട് പൈസ ഇട്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത്. ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടൊന്നും പരീക്ഷയ്ക്ക് പോയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ തല ചായ്ച്ചു വെച്ചിട്ട് എൻ്റെ യേശുവേന്ന് ഞാൻ ഉറക്കെ വിളിച്ചു. ഈ ചങ്കിൽ പൊട്ടിപ്പോകുന്ന ആ വിഷമത്തിൽ വിളിച്ചു. അങ്ങനെ തല മേലോട്ട് വെച്ചിരുന്ന് വിളിക്കുമ്പോൾ സർവകൃപാലുവും കരുണാസമ്പന്നനുമായ ദൈവം, ഞാൻ ഒരിക്കലും അന്വേഷിക്കാത്ത, ഞാൻ ഒരിക്കലും സ്നേഹിക്കാത്ത, ഞാൻ ഒരിക്കലും യേശുവോട് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ യേശുവേന്ന് വിളിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ ആകാശത്തിന് ഇങ്ങനെ ഭാഗമായിട്ട് അതിന് നടുക്കുമെന്ന് ഒരു വെള്ള വെളിച്ചം, അതിങ്ങനെ മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന ഒരു വെള്ള വെളിച്ചം താഴേക്ക് ഇറങ്ങി വരുക. അപ്പൊ ഞാന് ഈ വെളിച്ചത് എന്തുവായിരിക്കോ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ മേലോട്ട് തന്നെ നോക്കിയിരിക്കുമ്പോൾ ഒരു പകുതി വരെ ആ വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കൈ കണ്ടു, വെള്ള വസ്ത്രം, അത് എന്താണ് വെള്ള പ്രഭ പോലെയുള്ള ഒരു വസ്ത്രം, ഇങ്ങനെ ആ വസ്ത്രം ധരിച്ചിട്ട് ഒരു കൈ, ആ കയ്യിൽ ആണിയുടെ പാട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ എന്റെ യേശു എന്റെ വിളി കേട്ടോ. അങ്ങനെ ഞാൻ അതിശയിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പൊ വെളിച്ചം വന്ന് എന്റെ വലത് സൈഡിൽ നിന്നിട്ട് ആ കൈ എന്റെ തലയിൽ വെക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ കൈ എന്റെ തലയിൽ വെച്ചപ്പം എന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കറുത്ത പാറ പോലെ, അതെങ്ങനെ ഒരു ഇരുട്ട്, ഒരു രൂപം ഇങ്ങനെ എന്നെ വിട്ട്
വിട്ടിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയതുപോലെയാണ് എനിക്ക് ഫീൽ ആകുന്നത്. അതിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒഴുകി പോകുന്നത് പോലെ അതങ്ങ് മാറിപ്പോയി. അത് കുറച്ച് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പൊ ഉണ്ടാകുന്ന അനുഭവം എന്താന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ കുഞ്ഞിനെ അമ്മ ഇങ്ങനെ എടുത്ത് മാറോട് പിടിക്കുമ്പോൾ അവരുടെ രണ്ടുപേരെയും മധ്യത്തിലൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം എന്താന്ന് ചോദിച്ചാല്, ആ അമ്മയ്ക്ക് വേണ്ടി ആ കുഞ്ഞൊന്നും ചെയ്തത് കൊണ്ടല്ല ആ അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, എന്റെയാ. അതാണ് ആ സ്നേഹത്തിന്റെ വില. ഈ കുഞ്ഞ് എന്റെയാ എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പോലെ ഒരു സ്നേഹം. നീ എന്റെയാ എന്ന് യേശു പറയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോഴ് ഭയങ്കര സ്നേഹം, എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല ആ സ്നേഹം എത്ര വലുതാണെന്ന്. അങ്ങനെ ആ സ്നേഹം ഞാനിങ്ങനെ അനുഭവിക്കുമ്പം വലിയൊരു സമുദ്രത്തിൽ നിന്നിങ്ങനെ തിരയടിച്ചു വരുമ്പോ, ഈ തിര ഒരു ചെറിയ തിരയെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇതിന്റെ പിറയിൽ വലിയ ഒരുപാട് വെള്ളമുണ്ടെന്ന്. എന്ന് പറയുന്നത് പോലെ ആ യേശുവിന്റെ സ്നേഹം അതൊരു ചെറുതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷെ പിന്നിലിങ്ങനെ യേശുവിന്റെ സ്നേഹമാണ് ഈ ലോകത്തെ മൊത്തം സ്നേഹിക്കുവാനുള്ള സ്നേഹം. ഹല്ലേലൂയ. ഈ ലോകത്തെ മൊത്തം രക്ഷിക്കുവാനുള്ള സ്നേഹം. അങ്ങനെ വലിയൊരു സ്നേഹം ഞാൻ അനുഭവിച്ചു ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്കൊരു സുബോധം വന്ന പോലെയോ, എൻ്റെ തലയിൽ വലിയൊരു മാറ്റം വന്ന്, ഞാൻ ഉറങ്ങിയിട്ട് എഴുന്നേറ്റതുപോലെയോ അങ്ങനെ എന്തോ ഒരു മാറ്റം എൻ്റെ തലയ്ക്കകത്ത് വന്നിട്ട് ഞാൻ ഓർക്കും, ഞാൻ ചെയ്യാൻ പോകുന്ന വലിയ തെറ്റാ, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട്, യേശുവോട് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് ഞാൻ വെക്കുന്ന ഈ വിഷം എടുത്തുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് അത് എവിടെയാണോ ഇരുന്നത് അവിടെ കൊണ്ട്, അത് ഒത്തിരി മേളിലൊക്കെ വെച്ചിരുന്നത്, ഞാൻ ഓടി കഷ്ടപ്പെട്ട് അത് എടുത്തത് അവിടെ തന്നെ കൊണ്ട് കഷ്ടപ്പെട്ട് വെച്ചിട്ട് ഞാൻ റൂമിന്റെ ഡോർ അടച്ച് ഞാൻ അവിടെ മുട്ടയിൽ നിന്നിട്ട്, യേശുവേ, യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ ആ 4ാം ക്ലാസ്സിൽ വരെ പഠിച്ചപ്പോൾ ചെയ്ത എല്ലാ തെറ്റുകളും, ഞാൻ ചിന്തിച്ചതായ തെറ്റുകൾ പോലും ഒരു സ്ക്രീനിലെ പോലെ ഞാൻ കാണുമായിരുന്നു. അപ്പൊ അതിലും മെയിനായിട്ട് ഞാൻ കണ്ടത്, ഞാൻ ഭക്ഷണം മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്ഷണം എറിഞ്ഞു കളഞ്ഞ ആ തെറ്റാണ് ദൈവം എന്നെ കാണിച്ചത്. ഞാൻ ഒത്തിരി ദൈവസന്നിധിയിൽ ഒത്തിരി കരഞ്ഞു, കർത്താവെ, ഞാൻ ഇനി എത്ര നാള് കർത്താവ് എന്നെ ജീവിച്ചാൽ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യാൻ എന്നെ ദൈവം അനുവദിക്കരുതെന്ന് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് എൻ്റെ ഒരു സ്ഥിതി മാറിയിട്ടില്ല. എൻ്റെ ഇല്ലായ്മ, എനിക്ക് വീടില്ല, അപ്പൊ ഞങ്ങള് തറവാട്ടില്ല താമസിക്കുന്ന, വീടില്ല, അതില്ല, ഇതില്ല, നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല, കുറേ ഇല്ലായ്മകളാണ് അപ്പൊ എൻ്റെ മനസ്സിലുള്ളവർ. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എൻ്റെ എല്ലാ ഇല്ലായ്മകളും, ആ ചിന്ത ഇല്ല എന്നുള്ള എല്ലാ ചിന്ത എനിക്ക് മാറിപ്പോയി. യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എന്നെ സഹായിക്കും എന്ന് പറഞ്ഞൊരു ധൈര്യം യേശു എൻ്റെ ഹൃദയത്തിൽ തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് സുവിശേഷം പറഞ്ഞത് എൻ്റെ അമ്മച്ചിയോട് തന്നെയാ. ഞാൻ ചെന്ന് എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, കരയൊന്നും ചെയ്യല്ലേ, യേശു അമ്മയെ സൗഖ്യമാക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ കട്ടിലിനടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ അപ്പനും അമ്മയും കൂടെ ഞങ്ങളെല്ലാവരും പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പത്തേനും ആ സമയമായപ്പോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവിടെ പ്രാർത്ഥനക്കാരൊക്കെ ഉണ്ട്, അവരും വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. കർത്താവ് എൻ്റെ അമ്മച്ചിയെ പതിയെ പതിയെ സൗഖ്യമാക്കാൻ തുടങ്ങി. അപ്പൊ ഞാന് കൊച്ചു പ്രായമാണെങ്കിലും എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ അമ്മയെ, എനിക്ക് 3 ചേച്ചിമാരുണ്ട്, അവരുടെ 3 പേരുടെയും കല്യാണം കഴിയുന്നവരെ, ആങ്ങളമാരുടെ എനിക്ക് കുഴപ്പമില്ല, അവരെങ്ങനെയും ജീവിക്കും. പക്ഷെ എൻ്റെ 3 ചേച്ചിമാരുടെ കല്യാണം കഴിയുന്നത് വരെ ഞങ്ങൾക്കൊരമ്മയുണ്ടെന്ന് പറയാൻ, ഞങ്ങൾക്ക് കാണാൻ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടത്തിൽ വേണം. അങ്ങനെ യേശു എനിക്ക് വേണ്ടി ചെയ്ത, എനിക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട, എന്നെ പോലെ വേദന അനുഭവിക്കുന്ന, ആശ്രയമില്ലാതെ കഷ്ടപ്പെടുന്നവരോട് ഞാൻ ചെന്ന് പറയും, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, യേശു കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് ദൈവസന്നിധി തീരുമാനമെടുത്തു. അങ്ങനെ വന്നു. 4 വർഷം കഴിഞ്ഞു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ അമ്മച്ചി പൂർണ്ണ സൗഖ്യം വന്നു. ഹല്ലേലൂയ.
ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ അമ്മച്ചി പൂർണ്ണ സൗഖ്യമായപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാന് എൻ്റെ അമ്മ സൗഖ്യമായാലും ഞാൻ ഈ കാര്യം കഷ്ടപ്പെടുന്നവരോട് പറഞ്ഞോളാം എന്ന് ഞാനൊരു വാക്ക് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഞാൻ പഠിത്തം നിർത്താൻ പോവുക, എനിക്ക് പറ്റുന്നിടത്തൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേണമെങ്കിൽ പഠിക്കാം. അപ്പൊ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ആ ശരി, നിന്റെ ഇഷ്ടം, ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിത്തം നിർത്തിയിട്ട് പ്രൈസ് ഹല്ലേലൂയ എൻ്റെ യേശുവിനെ സാക്ഷിക്കാൻ പോവുക. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ സ്വന്തക്കാര്, ബന്ധക്കാർ, അയൽക്കാരെല്ലാം വന്നങ്ങ് വഴക്ക് പറയാൻ തുടങ്ങി. അത് പിന്നെ ഒരു കൊച്ചാണ് അവള്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ, അവളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കടമ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇങ്ങനെ ഒരുപാട് പ്രശ്നമായപ്പോ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, അത് അവളും ദൈവവും തമ്മിലുള്ള വിഷയമാണ്, അതിന്റെ മധ്യത്തിൽ നമ്മൾ ആരും കയറണ്ട, ഒന്നും വേണ്ട. പിന്നെ അവളുടെ ഭാവിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം ഞാൻ നിങ്ങളെ പറയാം, അപ്പം നിങ്ങൾ വന്ന് എന്നെ സഹായിച്ചാൽ മതി, ഇപ്പം നിങ്ങൾ ആരും എൻ്റെ അടുത്തൊന്നും പറയാൻ വരരുതെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഒഴിവാക്കി വിട്ടു. അങ്ങനെ ഞാനും, അപ്പം എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ഞാനും എൻ്റെ നേരെ മൂത്ത ചേച്ചിയും കൂടി, ചേച്ചിയും ആ വർഷം കോളേജിലൊന്നും പോകാതിരിക്കുക. അപ്പം ഞങ്ങൾ അപ്പം പൈസയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അവർ കോളേജിൽ പോകാതെ ചേച്ചി അങ്ങനെ ഇരിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു, എല്ലാ ജോലികളെല്ലാം തീർത്തിട്ട് 8 മണിയാകുമ്പം ഞങ്ങൾ ബൈബിളുമായിട്ട്, ട്രാക്റ്റും ബൈബിളും ഒക്കെ ആയിട്ട് പുറത്തു പോകും. ഒരു വീട് പോലും വിടാതെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നതാ. അപ്പൊ എനിക്കൊരു 13 വയസ്സേ ഉള്ളൂ. മിടിയും ടൂപ്പും ഒക്കെ ഇട്ടുണ്ടൊക്കെയാ ചിലപ്പോൾ പോകുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഞങ്ങളെ കാണുമ്പോൾ ഒരു തമാശയോ അല്ലെങ്കിൽ ഒരു കളിയാക്കലോ ഒക്കെ ഉണ്ട്. അയൽവക്കംകാരൊക്കെ പറഞ്ഞ പിള്ളേർക്ക് ഭ്രാന്ത് പിടിച്ചു പോയി, ഇനി അവർക്കൊരു രക്ഷയുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. ചിലപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ സിറ്റ് കടകൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ തോന്നിയ എൻ്റെ ചേച്ചി നന്നായിട്ട് പ്രസംഗിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സ്ഥലത്ത് പോയി പ്രസംഗിക്കണം എന്ന് ദൈവാത്മാവ് എന്നോട് പറയുക. ഞാൻ ഓർത്ത അവിടെ അങ്ങനെ ഒരു കടയുണ്ട്, ഒരു ചായക്കടയുണ്ട്. അത്ര അവിടെ ആൾക്കാർ ഒന്നും വരുവോ ഇരിക്കോ നിൽക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ എന്തിനാ കർത്താവെ അവിടെ പോയി പ്രസംഗിക്കുന്നേ? അല്ല, പോയി പറയണം. അപ്പൊ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി. ഒരു 4 മണി സമയമായി. അങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ യേശു വിളിക്കുന്നു എന്നുള്ള പാട്ട് ഞങ്ങൾ രണ്ടാളും പാടിയിട്ട് ചേച്ചി വചനം പറഞ്ഞു. അപ്പം വചനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ആ ഭാഗത്തുള്ളതില് ഒരു റിച്ചായിട്ടുള്ള ഒരു കുടുംബമാണ് അവര്. അത് കുറേ വലിയ തോട്ടങ്ങളും കടകളെല്ലാം ഉള്ളവരാ. അവിടുത്തെ ആന്റി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടേ നിങ്ങൾ പോകാവുള്ളൂ കേട്ടോ, ചായയൊക്കെ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന്, എനിക്കൊന്നും മനസ്സിലാകില്ല, അവരോട് ദൈവം സംസാരിച്ചു, അവർ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള മനസ്സില്ല ആ സമയത്ത്. അവര് വിളിച്ചു, ഞങ്ങളെ എന്ന് പ്രാർത്ഥിച്ചു പോന്നു. പിന്നെ അവർ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, ആ ആന്റി അന്ന് ഒരു കയറൊക്കെ എടുത്തു വെച്ചിട്ട് തൂങ്ങിച്ചാകാനായിട്ട് എല്ലാം റെഡിയാക്കി കയറെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ യേശു വിളിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടു. അപ്പം ആ ആന്റിക്ക് തോന്നി, ആന്റിയോട് ദൈവം സംസാരിക്കുന്ന പോലെ തോന്നിയിട്ട് ആ മുറിയിൽ അങ്ങ് മുട്ടയിൽ നിന്ന്, അവരും RC ചർച്ചിൽ പോകുന്നവരാ. അപ്പൊ അവരങ്ങ് മുട്ടയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും വചനം പറഞ്ഞപ്പോ അവർക്ക് തോന്നി അവരോട് സംസാരിക്കുന്നത് പോലെ. അങ്ങനെ കർത്താവ് ആ കുടുംബത്തെ രക്ഷിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അനേക കുടുംബങ്ങളെ സർവശക്തന് ഒന്നും അറിയത്തില്ലാത്ത ആ പ്രായത്തിൽ, ഞങ്ങൾ ഒന്നും അറിയാത്തതുകൊണ്ട്, ഒന്നും ചിന്തിക്കാത്ത പ്രായത്തിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റി. സ്തോത്രം. കാരണം നമ്മുടെ ചിന്തകളോ നമ്മുടെ കഴിവുകളോ ഒന്നും അതിനകത്തില്ലാത്തതുകൊണ്ട് ആ സമയത്ത് കർത്താവിന് ഞങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒന്ന് മാത്രം ഇല്ല, ഞങ്ങളൊരു ഗ്രൂപ്പിലാ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ആ സമയത്ത്. ചർച്ചിൽ, CSI ചർച്ചിൽ ആരാധനയ്ക്ക് പോകും, പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു ഗ്രൂപ്പ് പ്രാർത്ഥനയുണ്ടെന്ന് അവിടെ. എല്ലാ ചർച്ചിലെ ആൾക്കാർ വരും, അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സ്നാനത്തിന്റെ ഉപദേശമൊക്കെ പഠിച്ചു അങ്ങനെ സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. അങ്ങനെ സുവിശേഷ വേലയൊക്കെ ആയിട്ട് നടക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 17 വയസ്സായപ്പം എൻ്റെ ചേച്ചി അപ്പത്തന്നെ ടീച്ചറായിട്ട് ജോലിയൊക്കെ കിട്ടി സ്കൂളിൽ. അപ്പൊ ചേച്ചി പറഞ്ഞു, 17 വയസ്സാകുമ്പോൾ നിനക്ക്
10ാം ക്ലാസ്സിൽ എഴുതാൻ വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് ചേച്ചി തന്നെ രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ 22 പേര് പരീക്ഷ എഴുതി. സ്തോത്രം. കർത്താവ് ആർക്കും കടക്കാരനല്ല. ഞാൻ ഒരാള് മാത്രം നല്ല മാർക്ക് മേടിച്ച് പാസ്സായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ, നേഴ്സിംഗ് പഠിക്കാനൊക്കെ സർവശക്തനായിരിക്കുന്ന ദൈവം കരുണയോടെ എന്നെ സഹായിച്ചു. അങ്ങനെ നേഴ്സിംഗ് പഠിച്ച് അതൊക്കെ പകുതി വഴിക്ക് നിർത്തി. പിന്നെ എനിക്ക് ഇപ്പൊ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു പൈസയും ഉണ്ടാക്കണം, ജോലി ചെയ്യണം, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കർത്താവിന്റെ വേല ചെയ്യണം. അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഞാൻ വന്നു. കുറേ പല പല ജോലികൾക്ക് ശ്രമിക്കാൻ തുടങ്ങി. പല പല ജോലികൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു ജോലിയും, ഏത് ജോലി ചെന്നാലും 2 മാസം 3 മാസം പൈസയും കിട്ടില്ല. എനിക്ക് എല്ലാം ജോലി കാര്യങ്ങൾ തടസ്സമായി. അങ്ങനെ വന്ന് പിന്നെ ഞങ്ങളുടെ അടുത്ത് എന്തോ ഒരു ഓഫീസ് തുടങ്ങുക. അപ്പൊ എന്നോട് പറഞ്ഞ്, നീ അവിടെ ചെന്ന്, എൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് പാസ്റ്ററാ, പറഞ്ഞു നീ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത്, അവരൊരു പെന്തക്കോസ്തുകാരൊക്കെയാ നടത്തുന്ന, അപ്പൊ നിനക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ചെന്നു. അപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ മേടിച്ചു വെച്ചിട്ട് അവർ പറഞ്ഞു അടുത്ത ദിവസം വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ 2ാമത്തെ ചേച്ചിയുടെ കൊച്ചിന് സുഖമില്ല എന്ന് പറഞ്ഞ് അവര് വിളിച്ചിട്ട് ഞാൻ ആ ചേച്ചിയുടെ കൊച്ചിനെ ഹോസ്പിറ്റലാക്കാൻ അങ്ങ് പോയി. അങ്ങനെ പിന്നെ തിരിച്ചു വന്നപ്പോ അവിടെ ഓഫീസും ഇല്ല, എന്റെ സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല, ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. അപ്പം എല്ലാരും പറഞ്ഞ് എന്താ നീ ഇനി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പം എന്റെ മനസ്സ് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യാന്ന് പറഞ്ഞ് വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയപ്പോ ഞാൻ അതിന്റെ പുറകെ ആയിപ്പോയി. എനിക്കിനി സർട്ടിഫിക്കറ്റും വേണ്ട, ജോലിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ എല്ലാരും എന്നെ വഴക്ക് പറയാണ്, എടി അങ്ങനെ നീ പറയല്ലേ എന്ന്. ഞാൻ മനസ്സിൽ നന്നായിട്ട് തീരുമാനിച്ചു, ഞാൻ എവിടെയെങ്കിലും കിടന്ന് മരിക്കുകയാണ്, എൻ്റെ യേശു അപ്പന് വേണ്ടി ഞാൻ മരിക്കും. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട, കല്യാണവും വേണ്ട. അപ്പം ഞങ്ങൾ വിശ്വാസത്തിന് സേവ ചെയ്യുമ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറയുമായിരുന്നു, നമുക്ക് കല്യാണം കഴിക്കാതെ കർത്താവിന്റെ വേല ചെയ്യാം, അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, എൻ്റെ കല്യാണം ഒന്നും കഴിക്കാതെ എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് വേല ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളിലേക്ക് പിന്നെ കുറച്ചുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ. അപ്പം വീട്ടുകാരെല്ലാരും പ്രാർത്ഥനയാ, വീട്ടിലെല്ലാവരും സുവിശേഷം അങ്ങനെ ഫാസ്റ്റിംഗ് അങ്ങനെയെല്ലാം നടക്കുന്നു. പിന്നെ കുറച്ച് നാള് കഴിഞ്ഞു എൻ്റെ അപ്പച്ചനൊക്കെ, അപ്പത്തേന് എൻ്റെ അപ്പച്ചനും അമ്മച്ചി ചേച്ചിമാര് എല്ലാവരും സ്നാനപ്പെട്ടു. ഞാൻ മാത്രം സ്നാനപ്പെടുന്നില്ല. എനിക്ക് സ്നാനപ്പെടാനത്, എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് യേശുവിനോട് ഭയങ്കര സ്നേഹമാണ്. യേശു എനിക്ക് ആരാണെന്ന് ചോദിച്ചാല് എൻ്റെ യേശു എനിക്കൊരു അപ്പനാണ്, എനിക്ക് അമ്മയാ, എൻ്റെ കൂടപ്പറപ്പാ, എനിക്ക് എൻ്റെ കൂട്ടുകാരനാ. എനിക്കറിയില്ല, എനിക്ക് എൻ്റെ യേശു എനിക്ക് എല്ലാമാണ്. ഹല്ലേലൂയ. എനിക്ക് ഏതൊരു കുറവുണ്ടോ അതെല്ലാം എൻ്റെ യേശു എനിക്ക് നികത്തി തരുന്നുണ്ട്. എൻ്റെ അപ്പന്റെ കുറവുണ്ടെങ്കിൽ, എൻ്റെ അമ്മയുടെ കുറവുണ്ടെങ്കിൽ എല്ലാം ആ സ്ഥാനത്തെല്ലാം എൻ്റെ യേശു എന്നോട് സംസാരിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ തീരുമാനമെടുത്ത്, ഹല്ലേലൂയ, അങ്ങനെ തീരുമാനമെടുത്തിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ 21 ഉപവാസം ഇരിക്കുക ചർച്ചില്. അപ്പൊ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷെ ഇവരുടെ കൂടെ ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, പെന്തക്കോസ്ത് ചർച്ചിൽ തന്നെ പോകുന്നത്. അങ്ങനെ ഞാൻ 21 ദിവസത്തെ ഉപവാസം ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, എല്ലാരും അവിടെ കുറേ ഇപ്പൊ വിവാഹം കഴിക്കാത്ത എല്ലാവരോടും ഇങ്ങനെ പറയാ, നിന്നെ ഒരു ദൈവദാസൻ ആയിരിക്കും, നിന്നെ കല്യാണം കഴിക്കുന്നത്, നീ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം, അങ്ങനെ എല്ലാവരോടും പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മറിയ വിചാരിച്ചു ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടിക്കളയും, അപ്പൊ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ആ കല്ലുരുട്ടിക്കളഞ്ഞു. അങ്ങനെ ആയിരിക്കും നിന്റെ വിവാഹത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ആദം ഹവ്വയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എന്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞിട്ട് തന്റെ കൂടെ ചേർത്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വിഷമമായി, എന്താ എന്നോട് ഇങ്ങനെ ആലോചന പറയുന്നേ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ഞാൻ ദൈവസന്നിധി, ഞാൻ കുഞ്ഞിനെ വേണ്ടി കർത്താവിന്റെ സാക്ഷ്യം പറഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ കല്യാണം ഉണ്ടെങ്കിൽ അത് എൻ്റെ അപ്പനും അമ്മ എല്ലാവരും ആലോചിച്ച് ചെയ്യണം. അതാണ് അതിന്റെ ശരിയായ കാര്യം.
പക്ഷെ ഇതെന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്, നിന്നെ കാണുമ്പം പറയും ഇങ്ങനെ പറയും. എനിക്ക് ചെറിയ വിഷമം വന്നു, പക്ഷെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ആ ചർച്ചിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, എടി നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ ഞാൻ ദർശനത്തിൽ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ തമാശയായിട്ട് ചോദിച്ചു, ഓ എങ്ങനത്തെ ചെറുക്കനെയാ ദർശനത്തിൽ കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു. അന്നേരം മഞ്ഞടി നല്ല വണ്ണവും പൊക്കമൊക്കെ ഉണ്ട്, നല്ല വെളുത്ത ഒരു ചെറുക്കനാ, നല്ല ഒരു ചെറുക്കനെയാ ഞാൻ കണ്ടേന്ന്. അപ്പൊ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. വെറുതെ ഇങ്ങനെ അങ്ങ് ചിരിക്കുക. കാരണം എന്റെ വീട്ടിൽ എന്റെ ആങ്ങളമാരൊക്കെ എന്നെ ജംഗലി ജംഗലി എന്ന് വിളിക്കും. കാരണം ഞാനിങ്ങനെ ഒത്തിരി ഒരുങ്ങി ഇങ്ങനെ നടക്കത്തില്ല, പിന്നെ എനിക്ക് നല്ല കറുത്ത കളറാണ്, അതുകൊണ്ടൊക്കെ അങ്ങനെ വിളിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ അമ്മ മരിച്ചപ്പോ ഇത്രയും പേടിക്കാൻ കാരണം. കാരണം ഞാൻ എന്നെ വേറെ ആരും സ്നേഹിക്കത്തില്ല എന്റെ ഈ കളറൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നങ്ങ് ചിരിച്ചപ്പോ, നീ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞു, ചേച്ചി അല്ല ദൈവം എന്തായാലും അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്ന് ഓർത്ത് ചിരിച്ചതാണ്. അപ്പൊ മതി, എന്നെ എന്നെ ദർശനം കാണിച്ച ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാടി എന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് പോയി. അതെല്ലാം പിന്നെ ഞാൻ അങ്ങ് മറന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ഇന്നേക്ക് 3-ാമത്തെ ദിവസം ഒരു ആള് വന്നിട്ട് നിന്നോട് പറയും ഒരു സ്ഥലത്തേക്ക് വരണോന്ന് പറയും. അപ്പൊ നീ അയാളുടെ കൂടെ അങ്ങ് പോകണം, അവിടെ ദൈവത്തിനൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ എന്റെ ചേച്ചീനെ കെട്ടിച്ചേക്കുന്ന ആന്ധ്രയില. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലേക്ക് വന്ന ആന്ധ്രയെന്ന്. അപ്പൊ എനിക്ക് ആ സ്ഥലം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു ചേച്ചി, എന്റെ ചേച്ചി മൂത്ത ചേച്ചിയും ഞാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടില്ല, എനിക്ക് അവിടെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ ഞാൻ നിൽക്കുമ്പോൾ അയ്യോ ഞാൻ എങ്ങനെ പോകും എന്ന് വിചാരിച്ചു. കറക്റ്റ് 3-ാമത്തെ ദിവസം ആന്ധ്രയില് ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നോട്ട് പറഞ്ഞ്, സ്കൂളിൽ പഠിപ്പിക്കാൻ ടീച്ചർമാരൊക്കെ കുറവാണ്, വെറുതെ ഇരിക്കുമല്ലേ, അപ്പം അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ എന്റെ ഉള്ളിലുണ്ട് ദൈവത്തിന്റെ ആലോചന ഉണ്ടല്ലോ എന്നുള്ളിലുണ്ടെങ്കിൽ ഞാൻ മിണ്ടിയില്ല. അങ്ങനെ ഒന്നും സംസാരിക്കാതിരിക്കുമ്പോ ഞാൻ എന്തോ ഒരു ആവശ്യം ഇറങ്ങിയപ്പോ ഞാൻ അവിടെ വെറുതെ നല്ല നിരന്ന സ്ഥലത്ത് വീണിട്ട് എന്റെ കാലൊക്കെ പൊട്ടി ബ്ലഡൊക്കെ വന്നപ്പോ എനിക്ക് ചെറിയൊരു പേടി വന്നിട്ട് ഞാൻ വന്ന് എന്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ ഒരു ദേവദാസൻ ആലോചന പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരാള് വന്ന് വിളിക്കുമ്പം പോകണം, 3-ാമത്തെ ദിവസം, ഇന്ന് 3-ാമത്തെ ദിവസമാണെന്ന് ചേട്ടൻ വിളിച്ചു, പക്ഷെ എനിക്കിങ്ങനെ പോകാൻ മനസ്സ് വരുന്നില്ല. അയ്യോ ദൈവം പറഞ്ഞതാണ്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 3 ഡ്രസ്സ് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ 3 ഡ്രസ്സ് എടുത്തോണ്ട് പോവുക കേട്ടോ, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ തിരിച്ചിഞ്ഞു വരും. അങ്ങനെ പറഞ്ഞിട്ട് ആന്ധ്രയ്ക്ക് യാത്രയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ചേച്ചിയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ എന്നോട് പറഞ്ഞു, നീ കുളിച്ചൊന്നുമില്ല, സാരമില്ല, നീ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോവാ എന്ന്. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോവാ. അവിടെ ചെന്നപ്പോ സാക്ഷ്യമൊക്കെ പറയാൻ അവസരവും തന്നു. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥന, എല്ലാ ദിവസവും സുവിശേഷം അറിയിക്കാൻ പോകും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് പണ്ടത്തെ സന്തോഷം തിരിച്ചു കിട്ടി. അപ്പം പിന്നെ അവിടെ ഓർഫനേജ് ഉണ്ട്, അപ്പനും അമ്മയില്ലാത്ത ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ എനിക്ക് കിട്ടി ഏറ്റവും നല്ല അവസരം, ഞാൻ എങ്ങോട്ടും ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. അപ്പൊ എനിക്ക് നല്ല സന്തോഷം, ഞാൻ ഇവിടെയാണ് കർത്താവ് എന്നെ വേലയ്ക്ക് വേണ്ടി കണ്ടേക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ എല്ലാവരും ഡ്രസ്സ് കഴുകും, തേച്ച് കൊടുക്കും, കുളിപ്പിക്കും, അവരുടെ എല്ലാ പിള്ളേരുടെ എല്ലാ കാര്യവും ഞാനാണ് നോക്കുന്നത്. അപ്പൊ ചേച്ചി സ്കൂളിലും പോകും. അപ്പൊ ചേച്ചി ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ എന്ന് ചോദിക്കും. രാത്രിക്കെല്ലാം അവരുടെ തുണിയെല്ലാം കഴുകുമായിരിക്കും, തേക്കുമായിരിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര കർത്താവിന്റെ മക്കളല്ലേ അവര്, എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കെ അവിടെ പ്രായമുള്ള ഒരു അപ്പച്ചൻ പാസ്റ്ററുണ്ട്, ഒത്തിരി പ്രായമുണ്ട്, 95 വയസ്സുണ്ട്, IPCയിലെ പാസ്റ്ററാണ്. അല്ല, ഈ ചേച്ചിയുടെ അമ്മായിയച്ഛനാണത്. അപ്പം വന്നേച്ച് എന്നോട്, അപ്പൊ എനിക്ക് അങ്ങനെ തെലുങ്കൊന്നും നന്നായിട്ട് മനസ്സിലാകുന്ന സമയമായില്ല, 2-3 മാസമായി കാണത്തുള്ളൂ. അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു, ദൈവം എന്നെ നിന്റെ കല്യാണം ദർശനത്തിൽ കാണിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വെക്കുന്ന ചോദിച്ചു, എവിടെയാ അപ്പച്ച കാണിച്ചേ എന്ന് ചോദിച്ചു. ഇവിടെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൈ ഇങ്ങനെ വിട്ടു, അപ്പച്ച എന്നോട് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ അങ്ങ് പോയി. 2ാമത് വന്നിട്ടും എന്നോട് ഇത് പറഞ്ഞപ്പോ ഞാൻ അപ്പച്ചൻ പറയണ്ട അപ്പച്ച അങ്ങനെ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നീ എന്താ മോളെ അങ്ങനെ പറയുന്നേ, നിനക്ക് ഇവിടുത്തെ ആളുകളെ ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞ, ആളുകളെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഞാന് എന്റെ യേശുവിന്റെ വചനം എടുത്തുകൊണ്ട് ഞാൻ കേരളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചിലെ മൂലം നടന്നിട്ട് ഇവിടെ വന്നൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്തോ അപ്പച്ച പറയുന്നേ, അവിടെ പോയപ്പോഴത്തേനും അവള് ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന് പറയും, എന്റെ അപ്പന്റെ നാമം ദൂഷിക്കപ്പെടും, ഞാൻ ചെയ്യത്തില്ല. അപ്പൊ നീ അവിടെ ഇരുന്നേ. അപ്പൊ ഞാൻ ഇരുന്നു. പറഞ്ഞു,
നമ്മളുടെ അപ്പൻ എന്തേലും പറഞ്ഞാൽ അത് അനുസരിക്കാനേ നമുക്ക് അവകാശമുള്ളൂ, അതിന് ഒഴിവുകഴിവ് പറയാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും എന്റെ മനസ്സലിയുന്നില്ല. ഞാൻ അങ്ങനെ കഠിന മനസ്സിലിരിക്കുമ്പോൾ പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മറിയയോട് സ്വർഗത്തിലെ ദൂതൻ വന്ന് പറഞ്ഞ കാര്യം ഒരു പെൺകുട്ടികൾക്ക് പോലും ഹാ എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല പറഞ്ഞത്. പക്ഷെ അവള് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിനു വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ അപ്പച്ചന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്റെ യേശു കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പച്ചൻ ഈ കാര്യങ്ങൾ ആരോടും പറയാതെ പ്രാർത്ഥിക്കണം, ദൈവം തന്നെ ചെയ്യട്ടെ എന്ന്. പ്രൈസ് ഗോഡ്. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ആരോടും പറയുന്നില്ല കുഞ്ഞെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നേരെ പോയത് അപ്പച്ചന്റെ ചർച്ചിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ആരാധനയ്ക്ക് വരും. അത് മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ളത്. അപ്പൊ അവിടെ ആരും ആരാധനയ്ക്കൊന്നും കേട്ടത്തില്ല അദ്ദേഹത്തെ. കാരണം നിങ്ങളെ ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു ആളാണ്. അപ്പൊ അപ്പച്ചൻ അവരുടെ വീട്ടിൽ ചെന്നിച്ച് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ കൊണ്ട് ഈ കൊച്ചിനെ വിവാഹം കഴിപ്പിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാമെന്ന് ദൈവം എന്നോട് പറഞ്ഞു എന്ന് അപ്പച്ചൻ. അപ്പം അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചർച്ചിലൊക്കെ പോകുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു നബിദിനം, അപ്പം പുള്ളി പൂർണ്ണമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല അദ്ദേഹം, ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഒരു നബിദിനത്തിന് ഞങ്ങൾക്ക് അവധിയാ സ്കൂളില്. അപ്പൊ ഞാൻ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ. അപ്പൊ ചേച്ചി എന്നെ വിളിച്ച്, ജെസ്സി ഇവിടെ വരുമോ എന്ന് പറഞ്ഞപ്പം ഞാന് റോഡിലേക്ക് ചെന്നപ്പം എന്നെ കാണിച്ചു തന്നു, ഇതേ കണ്ടോ ഈ പോകുന്നയാള് ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ആളാ, പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചർച്ചയിൽ വരാറുണ്ടെന്ന്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു തൊപ്പി വെച്ച് ഒരു മുസ്ലിം ഡ്രസ്സ് ഇട്ട് മസ്ജിദിൽ നിന്ന് വരുന്ന ഒരാള്, എനിക്കും ചങ്ക് ഇങ്ങനെ പൊട്ടിപ്പോകുന്നല്ല വേദന വന്നു. വേദന വന്നിട്ട് ഞാൻ ഓടിച്ചെന്ന്, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, കടച്ചിട്ട് ഞാൻ ഉരുണ്ട് കിടന്ന് കരയുക, കർത്താവേ എന്നോട് എന്താ ഇങ്ങനെ ചെയ്യുന്നേ, ഞാൻ എൻ്റെ യേശുവിന്റെ വചനം ഇടുന്ന് ഞാൻ ചെറുപ്പം മുതൽ നടന്നല്ലേ അപ്പ, എനിക്കൊരു വിശ്വാസിനെ കർത്താവ് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കായിരുന്നു, ഇതെന്തു അപ്പാ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരയുക. കരഞ്ഞപ്പം മേളിൽ നിന്ന് ഒരു വലിയ ദൂരെ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു, അവനിൽ കൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിനക്കൊരു കൈത്താങ്ങലായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ മുട്ടേന്ന് പറഞ്ഞു, എന്റെ അപ്പം പറഞ്ഞ ഞാൻ എന്തും ചെയ്യും, പ്രൈസ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. പിന്നെ അത് ചേച്ചിയുടെ ഹസ്ബൻഡിനോട് ഇങ്ങനെ അപ്പച്ചൻ പറഞ്ഞു, അവര് പറഞ്ഞു ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല, അത് സംഭവിച്ചാൽ അവരിവിടെ എല്ലാം തല്ലിപ്പൊട്ടിക്കും, പ്രശ്നങ്ങളാകും, ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, ഹോസ്റ്റലുണ്ട്, സ്കൂളുണ്ട്, അങ്ങനെ പറഞ്ഞ്. അപ്പം അവരുടെയും വീട്ടുകാരറിഞ്ഞു, ചേച്ചിയുടെയും വീട്ടുകാരറിഞ്ഞു. അപ്പൊ ഞാനിവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ കേരളത്തിലേക്ക് തന്നെ പോയി. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് എനിക്കൊരു പ്രാർത്ഥന, ഇത് ഒരപ്പന്റെ അമ്മയുടെയും മോനാണ്, അവർ രണ്ടാം അമ്മയാ, ആദ്യത്തെ അമ്മ മരിച്ചുപോയവ. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞ എന്നോട് പറഞ്ഞ ദൈവം സർവശക്തനാണ്, സർവ ജഡത്തിന്മേലും അധികാരമുള്ള കർത്താവാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കർത്താവ് അവരുടെ ഹൃദയത്തോട് സംസാരിച്ചിട്ട് ഒറ്റ ഡിമാൻഡേ ഞാൻ പറയുന്നുള്ളൂ, അവരുടെ അപ്പനും അമ്മയോട് എന്നോട് പറയണം നിങ്ങൾ കല്യാണം കഴിച്ചു. എൻ്റെ അപ്പച്ചനും അമ്മയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല, കാരണം അവർ ക്രിസ്ത്യാനികളാണ്, അവർ സമ്മതിക്കണം. കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കണം, ഹാ എന്ന് പറയണം. പക്ഷെ അവർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവര് പറയണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവര് വന്നു, എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, എന്നാണെങ്കിലും ഞങ്ങളുടെ മകൻ ഇങ്ങനെ ആയിപ്പോയി, അപ്പം ഇനിയിപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണിനെ തന്നെ കെട്ടുകളല്ലോ, അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചോ കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ ദേശത്ത് വരുവോ ഞങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്, നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോയി ആരും അറിയാത്തവർക്ക് നിങ്ങൾ ജീവിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. എൻ്റെ അപ്പച്ചനും ഒട്ടും സമ്മതിക്കുന്നില്ല, എൻ്റെ ചേച്ചിമാര് സമ്മതിക്കുന്നില്ല, ആങ്ങളമാര് സമ്മതിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ എന്താ ചെയ്യണ്ടേ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, എൻ്റെ ചേച്ചിയുടെ ഒരു കുഞ്ഞ് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, ആ കുഞ്ഞിന്റെ കൂടെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് അവരോട് സംസാരിക്കാനായിട്ട് വന്നു, ചേച്ചിയോടൊക്കെ ഈ കാര്യം സംസാരിക്കാൻ വന്നു. വന്നപ്പോൾ
ചേട്ടൻ എൻ്റെ അപ്പച്ചനെ വിളിക്കുക, വാ, ആ, 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 വന്ന് ഈ അദ്ദേഹത്തോട് സംസാരിക്കണം, ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, ഞാൻ സംസാരിക്കത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാല് അവരുടെ അപ്പനും അമ്മയാണ് എന്നോട് ചോദിക്കേണ്ടത്, എന്നാലാണ് എനിക്ക് പെണ്ണെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാതെ ഒരു ചെറുക്കൻ വന്നിട്ട് പെണ്ണെ കെട്ടിച്ചാലുമ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കും, ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്നെ അതിനു മുമ്പ് ഒരു കല്യാണം വന്നപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച, കർത്താവ് ഈ ഇദ്ദേഹത്തെയാണോ ദൈവം എനിക്ക് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ദൈവം എന്നോട് നോ പറഞ്ഞു. അപ്പൊ ദൈവം ഇദ്ദേഹത്തെ എന്നെ കാണിച്ചു. സ്തോത്രം, അത് ഞാൻ മറന്നുപോയി. ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, പാസ്റ്റർ ആണേലും വിശ്വാസിയാണേലും എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ തടസ്സം നിൽക്കാത്ത ഒരാളാണ് എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ പാടുള്ളൂ. അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം ദൈവം എന്നോട് നോ പറഞ്ഞത്. അന്നേരം ദൈവം എനിക്കൊരാളെ കാണിച്ചു തന്നു. ആ കാര്യങ്ങളെല്ലാം ഞാനങ്ങ് മറന്നുപോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ഇതുപോലെ ഈ ഈ ആലോചന വന്നു. പിന്നെ എനിക്ക് ഒത്തിരി സംശയങ്ങളാണ്, ഇതാണോ ദൈവമാണോ എന്നോട് പറഞ്ഞത്, ഇങ്ങനെയെല്ലാം സംശയം പിന്നെയും വരുവാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും എന്നോട് ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞ ചേച്ചിക്ക് ഞാനൊരു ഫോട്ടോ കൊണ്ട് കാണിച്ചു. ചേച്ചി ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കസേരയിലിരുന്ന ചേച്ചി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദൈവം ദർശനത്തിൽ എന്നെ കാണിച്ച വ്യക്തിയാണിത്, നിനക്കിത് എവിടെ നിന്ന് ഈ ഫോട്ടോ കിട്ടിയെന്ന്. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ആരെതിർത്താലും എന്തു വന്നാലും നീ ഇദ്ദേഹത്തെ കല്യാണം കഴിച്ച് കർത്താവിന്റെ വേല ചെയ്യണം, അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അപ്പച്ചനെ കാര്യത്തിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ എൻ്റെ അപ്പച്ചനും എൻ്റെ ചേച്ചിമാരും വീട്ടുകാരെല്ലാം കൂടെ എന്നെ ഇരുത്തിയിട്ട് ഒരു വഴക്ക് പറയുമായിരുന്നു, ആ കല്യാണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പം. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ അഹങ്കാരം പാടില്ല, സ്വന്തം ഇഷ്ടത്തിന് നടക്കാന്നാണോ നീ വിചാരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഞാനോ എൻ്റെ മക്കളോ, എൻ്റെ അപ്പച്ചൻ പറഞ്ഞതാണ്, ഞാനോ എൻ്റെ മക്കളോ ഇനി നിനക്ക് വേണ്ടി ഒരു കല്യാണം ചെയ്യത്തില്ല, ആലോചിക്കത്തുമില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ഉള്ളിലൊരു വചനം വന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയിലെ ആശ്രയിക്കുന്നവർ ഒരു നന്മയ്ക്കും കുറവില്ല. എൻ്റെ കർത്താവ് ആഗ്രഹിച്ചാൽ എൻ്റെ കർത്താവിന് വഴിയുണ്ട്. ഹല്ലേലൂയ. അതെനിക്കറിയില്ല, എനിക്ക് ആ വഴി അറിയില്ല, പക്ഷെ എന്നെ വിളിച്ച കർത്താവിനറിയാം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും. എല്ലാ വാതിലുകളും അടഞ്ഞാലും ഒരു പുതിയ വഴി എൻ്റെ കർത്താവിനുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം വന്നിരുന്നു ആ സമയത്ത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശു കർത്താവ് അപ്പച്ചനോട് പറഞ്ഞു, അവനെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാ, നീ ചെന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത്. അല്ലേ. അങ്ങനെ എന്നെ വെക്കന്ന് ഒരുങ്ങി കുളിച്ചു വരുന്നു. അപ്പൊ എൻ്റെ അമ്മച്ചി പറഞ്ഞു, പോകുന്നില്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ട് ഇന്നെന്താ സംഭവിച്ചേ, പോണം എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു. പിറ്റേ മാസം കല്യാണം നടത്താമെന്ന് ഉറപ്പിച്ചു. അപ്പം അദ്ദേഹം അങ്ങോട്ട് വീട്ടിൽ ആന്ധ്രയിലേക്ക് തന്നെ പോയി. അപ്പച്ചൻ വീട്ടിലേക്ക് വന്നു. ഹല്ലേലൂയ. അങ്ങനെ വന്ന് ചർച്ചിൽ പറഞ്ഞു, ചർച്ചിലെ പാസ്റ്ററിനോട് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ ഞങ്ങളെ ഇച്ചിരി റിലേഷൻ ഉള്ള ഒരാള് പറഞ്ഞു, ഇങ്ങനെ ഒരു കല്യാണം നടത്തണം എന്ന് പറഞ്ഞു. അതിനെന്നാ നമുക്ക് നടത്താലോ എന്ന് പറഞ്ഞു. നടത്താലോ എന്ന് പറഞ്ഞിട്ട് ചർച്ചിൽ പറയുന്നില്ല, ഇങ്ങനെ വിളിച്ചു പറയൂലോ, അങ്ങനെ പറയുന്നില്ല. അതിനുള്ള പൈസ എല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നില്ല. ഇപ്പൊ 2 ആഴ്ച പറഞ്ഞില്ല, 3-ാമത്തെ ആഴ്ചയാണ് കല്യാണം. രണ്ടാഴ്ച പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതെങ്ങനെ നടക്കത്തില്ല, എനിക്ക് ഉള്ളിൽ മനസ്സിലായി പാസ്റ്റർ നടത്താൻ താല്പര്യമില്ല. അപ്പൊ ഞാന് ഇവരോട് സംസാരിക്കുകയും ചെയ്തല്ലോ, കല്യാണം നടത്താമെന്ന് പറയുകയും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പൊ അവിടെ ഞങ്ങളുടെ തന്നെ ഒരു ചർച്ചിൽ ഞങ്ങൾ ഷാരോൺ ചർച്ചിൽ പോയിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ സ്നാനപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ആ സമയത്ത്. അപ്പൊ അവിടെ ഒരു പ്രിൻസിപ്പൽ ഉണ്ട്, അദ്ദേഹം ഫ്രൈഡേ ഉപവാസം നടത്തും. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുമല്ലേ, അവിടെ പോയി ഉപവാസം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അവിടെ ചെന്ന് ഉപവാസം ഇരിക്കുക. ഞാൻ എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും ഞാൻ ഏറ്റവും പുറകിൽ പോയിട്ട് ഇങ്ങനെ ആരും കാണാതെ അങ്ങനെ ഇരിക്കുള്ളൂ ഞാൻ. അപ്പൊ ഞാനിങ്ങനെ ഏറ്റവും പുറകിൽ പോയി ഇങ്ങനെ കുനിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പാസ്റ്റർ ഫ്രണ്ടീന്ന് വന്നിട്ട് എന്നെ പറഞ്ഞു, സിസ്റ്റർ എന്താണ് സിസ്റ്ററിന്റെ വിഷയമെങ്കിലും സ്വർഗത്തിലെ ദൈവം സിസ്റ്റർ ആഗ്രഹിക്കുന്നതിനെ കഴിഞ്ഞ് നന്നായിട്ട് ആ വിഷയത്തിന് മറുപടി തരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം ഇത് തന്നെ ആയിരുന്നു. പോയിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ
അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളൊക്കെ അങ്ങനെ പാസ്റ്റർമാരോടൊന്നും വെക്കുന്ന ഞാൻ സംസാരിക്കാറില്ല അങ്ങനെ അധികമായിട്ട് പാസ്റ്റർമാരോടൊന്നും ആരോടും. അപ്പം പാസ്റ്റർ എന്ന് പറഞ്ഞു, സിസ്റ്ററിന്റെ പ്രശ്നം എന്നാന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ കുഴപ്പമൊന്നുമില്ല പാസ്റ്ററെ, ഇങ്ങനെ അതല്ല, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു നിനക്ക് നല്ല പ്രശ്നമുണ്ടെന്ന്, അതെന്താന്ന് എന്നോട് നീ ഇന്നിവിടെ ഇരുന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങള്, ദൈവത്തിന്റെ ആലോചനയായിരുന്നു. അപ്പം അത് എന്റെ ചർച്ചിലെ പാസ്റ്ററിന്, അപ്പൊ ഈ ചർച്ച് രണ്ട് ചർച്ച് ഒരു ചർച്ച് തന്നെയാ, ഒരു ചർച്ച് ഇതിന്റെ കീഴിലുള്ള ചർച്ച ഷാരോന്റെ തന്നെ. അപ്പത്തേക്കിനും പറഞ്ഞു, പക്ഷെ അതിപ്പം അവര് നടത്താൻ താല്പര്യമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ അവര് അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പത്തേന് സാറ് എന്നെ ആദ്യമായിട്ട് കാണുക. ആ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമോളെ, ഇപ്പൊ ചെറുക്കന്റെ ചർച്ചിലാണല്ലോ വിവാഹം നടക്കേണ്ടത്, അല്ലാതെ പെണ്ണിന്റെ ചർച്ചിലല്ലല്ലോ. അത് കാരണം നീ ഒരു കാര്യം ചെയ്യ്, ആ ചെറുക്കന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് ഇങ്ങ് അയച്ചു തരാൻ പറ. ഞാൻ എന്റെ ചർച്ചിലെ ചെറുക്കനായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല, ആരാ എന്താ ഒന്നും അറിയില്ല. പറഞ്ഞ ആ ചെറുക്കന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് അയച്ചു തരാൻ പറ, ഞാൻ എന്റെ ചർച്ചിലെ ചെറുക്കനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ കല്യാണം നടത്തി തരാന്ന്. 3 ദിവസം. ഹല്ലേലൂയ. അപ്പോ എനിക്ക് മനസ്സിലായി, പണ്ട് പാസ്റ്റർ പറഞ്ഞു ആരെനിക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടിക്കളയുമെന്ന് പറയുമ്പം സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് ഉരുട്ടിക്കളയുമെന്ന് പറഞ്ഞ സത്യമാണെന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ ആ പാസ്റ്ററാണ് ഞങ്ങളുടെ അവര് വന്നപ്പോ അവരെ ചർച്ചിലേക്ക് കൊണ്ടുപോയി, അവരെ താമസിക്കാൻ സൗകര്യം എല്ലാം കൊടുത്തു. ഒരു ഹാളിലായിരുന്നു ഇങ്ങനെ ബുക്ക് ചെയ്തത്. ഹല്ലേലൂയ. ഒരുപാട് പേരൊന്നും ഇല്ല ഞങ്ങളുടെ കല്യാണത്തിന്, സ്തോത്രം. ചർച്ചിലെ കുറച്ച് പേരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് പേര്, ആർക്കും താല്പര്യമില്ല, ആരും വിശ്വസിക്കുന്നില്ല ഇവര് സുവിശേഷ വേല ചെയ്യും. അപ്പൊ എല്ലാരും അതാ പറയും, നീ സുവിശേഷ വേല ചെയ്യുന്നയാള്, അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നിട്ട് പോലും ഇല്ലാത്തൊരു സ്ഥിതിയില് അത് സുവിശേഷ വേല ചെയ്യും, നിനക്കെന്താ ഉറപ്പ്? നാളെ ഇട്ടിട്ട് പോകില്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇതായിരുന്നു എല്ലാരും എന്നോട് ചോദിച്ചു. ഞാനപ്പം അവരോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, അദ്ദേഹത്തിന്റെ പ്ലാൻ എന്നാന്ന് എനിക്കറിയത്തില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷെ എന്നോട് പറഞ്ഞ എന്റെ അപ്പനെ എനിക്കറിയാം. ഇനിയിപ്പം അദ്ദേഹം ഇട്ടിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ അപ്പൻ അതൊരു നന്മയ്ക്കാക്കി തീർക്കും എനിക്ക്. അതുകൊണ്ട് എന്റെ അപ്പന്റെ നാമം മഹത്വപ്പെടും, കാരണം ഞാൻ അനുസരിക്കുന്ന എന്റെ അപ്പനെയാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം 2006 ഹല്ലേലൂയ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം, കാരണം പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന ആളാണ്, അതുകൊണ്ട് ബൈബിൾ കോളേജിൽ വിടണം. കർത്താവ് തന്നെ അതിനുള്ള വഴിയൊരുക്കണം. ഞാൻ ഒരിടത്തും പോയി അപേക്ഷ വെച്ചിട്ട് എനിക്ക് വെറുതെ അവിടെ ഇവിടെ പോയി, എനിക്ക് അറിയത്തില്ല ഏത് ബൈബിൾ കോളേജിൽ പഠിക്കണം, കാരണം ആരാണ് നന്നായിട്ട് പഠിപ്പിക്കുന്നത്, ഇതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് കർത്താവ് എന്താന്ന് ചെയ്യണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ ഇങ്ങനെ അല്ലേ വന്നിട്ട് ചോദിച്ചു, ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ട്, ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അവിടുന്ന് ആ പാസ്റ്റർ ഒരു ബൈബിൾ കോളേജിൽ ചെന്ന് സിസ്റ്റർ ഒരു സംസാരിച്ച് മിനിറ്റ്, അന്നേരം IPCയുടെ, സിസ്റ്റർക്ക് ഇവിടെ ഏത് സ്ഥലത്താ? ആന്ധ്രയിൽ തന്നെയാണോ സിസ്റ്റർ? അല്ല കേരളത്തില്, എന്റെ കേരളത്തിലല്ലേ? അടുത്തേക്ക് വന്നായിരുന്നു, അവിടെ വന്നാണ് കല്യാണം നടത്തിയത്, സ്തോത്രം. ഓക്കെ. അപ്പോഴ് ഹല്ലേലൂയ. അപ്പം പിന്നെ ആ കേരളത്തിൽ തന്നെ കോട്ടയത്ത് IPCയുടെ ഒരു സെമിനാരി ഉണ്ട്. അങ്ങനെ ആ സെമിനാരിയിൽ ചെന്ന് ഈ പാസ്റ്റർ പറഞ്ഞിട്ട് സെമിനാരിയിൽ നിന്ന് പ്രിൻസിപ്പാള് വിളിച്ചു. അങ്ങനെ വിളിച്ച് അവിടെ ചെന്നിട്ട് അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഇംഗ്ലീഷ് അറിയത്തില്ല നന്നായിട്ട്, അപ്പൊ അവിടെ പഠിക്കാൻ നന്നായിട്ട് പഠിച്ചയാളാ, പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല. അപ്പം അവിടുത്തെ പ്രിൻസിപ്പാൾ, ശരി നോക്കാം, ഞങ്ങള് കുറച്ച് നാൾ ഇരുത്തി നോക്കാം, ഇംഗ്ലീഷിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ വായിക്കാനെല്ലാം പഠിക്കുവാണെങ്കിൽ മുമ്പോട്ട് പോകാന്ന് പറഞ്ഞു. കർത്താവിന്റെ മഹാദയ കൊണ്ട് പഠിത്തം കഴിഞ്ഞപ്പം ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് മേടിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചിട്ട് വഴിയിൽ ഇട്ടിട്ട് പോകത്തേയില്ല, നമ്മുടെ കൂടെ കൂടെ നടക്കുകയും എന്നുള്ളൊരു വലിയ തെളിവാണത്. അങ്ങനെ സെമിനാരിയിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ബീഹാറിൽ പോയി സുവിശേഷം. അങ്ങനെ ഞങ്ങൾ ബീഹാറിൽ ഇവിടെ വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. വന്ന്
എനിക്ക് വന്നപ്പോ എന്റെ ചേച്ചിമാരും അവരെല്ലാരും ഈ കല്യാണത്തിന് അത്ര സന്തോഷമല്ലായിരുന്നത് കൊണ്ട് ഞാൻ സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ എനിക്കും ഒരു ഇതുണ്ട്. അപ്പോൾ ഞങ്ങള് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് 2 പാത്രങ്ങൾ എടുത്തു വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പാത്രം കൂടി എടുക്കാം, നമ്മൾ എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ അവർക്കും ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു 3 പാത്രങ്ങൾ, 3 ഗ്ലാസ്, ഒരു ചെറിയ സ്റ്റൗവ്, അത്യാവശ്യം ഞങ്ങളുടെ ഡ്രസ്സുകൾ, ഇത്ര എടുത്ത് പുസ്തകങ്ങൾ, പിന്നെ ബൈബിളിനെ കുറിച്ച് ഒത്തിരി പുസ്തകങ്ങളുണ്ട്, അതെല്ലാം കൂടി എടുത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറി. ഹല്ലേലൂയ. ബീഹാറിൽ വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ബീഹാറിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ വാടകയ്ക്ക് വീടൊക്കെ അവിടെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം പാസ്റ്റർ തന്നെ എന്നോട് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാൽ എന്ത് ചെയ്യും, അവിടെ ചെന്നൊരു വീടൊക്കെ കണ്ടുപിടിക്കുന്നവരെ നമുക്ക്, നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നതല്ലേ, വല്ല മരത്തിന്റെ ചുവട്ടിലോ എവിടെ റെയിൽവേ സ്റ്റേഷൻ എവിടെയെങ്കിലൊക്കെ നമുക്ക് കിടക്കാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാണ് അറിയുന്നത് ഇവിടെ നമുക്ക് വീടും ഒക്കെ ഉണ്ടായിരുന്നു, അവർ വാടകയ്ക്കെല്ലാം എടുത്തു വെച്ചു. അപ്പൊ അവരോട് ചോദിച്ചു, സെമിനാരിക്കാരോട്, സാറേ അവിടെ എങ്ങനെയാ ഞങ്ങള്, നിങ്ങൾ അങ്ങ് പോയാൽ മതി, ഞങ്ങൾ ചെന്ന് നോക്കിയിട്ട് വരാം. നോക്കിയിട്ട് വരുമൊന്നും വേണ്ട, രണ്ടുപേരും കൂടെ അങ്ങ് പൊയ്ക്കോ ഇങ്ങനെ. പക്ഷെ ഇവിടെ എന്താ ഉള്ളെന്ന് അവർ പറയുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ വാടകയ്ക്ക് റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നായാലും അങ്ങനെ ഞങ്ങളിവിടെ വന്ന് വേല ചെയ്യുവാനായിട്ട് സർവശക്തനായിരിക്കുന്ന ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ഈ IPC സെമിനാരി ചേർന്നതിന് ശേഷം അവരൊരു കുടുംബം പോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും സ്വർഗത്തിലെ ദൈവം അവരെ തന്നെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാം ദൈവം അവരെ കൊണ്ട് ചെയ്യിച്ചു. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ വന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് ഇപ്പം 100-100-ൽ കൂടുതൽ ചർച്ചുകൾ ദൈവം ഇവിടെ തന്നു. ഹല്ലേലൂയ. ഞങ്ങൾ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ UP പോയി 2 ചർച്ച് തുടങ്ങിയായിരുന്നു. അതൊക്കെ UP അവർ വേറെ പാസ്റ്റർമാർക്ക് വിട്ടുകൊടുക്കും. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ UP എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സുവിശേഷം ഉണ്ട്, സുവിശേഷകരൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു ആ സമയത്ത്. ഇപ്പൊ UP ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ആ സമയത്ത് അവിടെ സുവിശേഷകരൊക്കെ ഉണ്ട്. ഇവിടെ ബീഹാറിൽ അങ്ങനെ സുവിശേഷവും ഇല്ല, സുവിശേഷകരും ഇല്ല. കർത്താവിന്റെ നാമം അറിയാത്ത ഒരുപാട് ജനങ്ങൾ ഇവിടെ കഴിയുന്നുണ്ട് ബീഹാറിൽ. ഹല്ലേലൂയ. ഒന്നാമത്. പിന്നെ രണ്ടാമത് കർത്താവ് നമ്മളെ ഇങ്ങോട്ടല്ലേ വിട്ടത്, പിന്നെ എന്തിനാ നമ്മൾ അവിടെ പോകുന്നത്. അവിടെ നമ്മൾ ചർച്ചൊക്കെ പണിത് പാഴ്സണേജ് എല്ലാം പണിതായിരുന്നു. പക്ഷെ പിന്നെയും ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് വന്ന പാസ്റ്ററിനെ അങ്ങോട്ട് വിട്ട്. അപ്പം പാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച് എന്താ ചെയ്യണ്ടേ, നമുക്ക് സെമിനാരി അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോ, അവിടെ ചർച്ചും പാഴ്സനേജും എല്ലാം പണിതല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ബീഹാറിൽ നിൽക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അയ്യോ നമ്മളാണെങ്കിൽ എന്നും ഇങ്ങനെ ഹൗസ് ഓണറിന്റെ ഒക്കെ ചീത്ത കേട്ട് നമുക്ക് ശീലമായി, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, ആണ് അവരങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവരെ അവിടെ കൊണ്ടാക്കുവാനായിട്ട് കർത്താവ് സഹായിച്ച് ഞങ്ങൾ പിന്നെയും ബീഹാറിൽ തന്നെ നിന്നു. ഹല്ലേലൂയ. അപ്പം ഓർഫണേജ് അങ്ങനെ നമ്മൾ തുടങ്ങിയതല്ല. ഇങ്ങനെ ഒരു കൊച്ചു വഴിക്ക് നിന്ന് കരയുന്ന, എന്താ മോനെ കരയുന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് പഠിക്കണമെന്നുണ്ട്, എന്റെ പൂവയുടെ വീട്ടിൽ നിന്ന് സിസ്റ്റർ ഒരു മിനിറ്റ്. അപ്പം ബീഹാറിൽ വന്നിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് ബീഹാറിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞേ, പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതൊന്ന് പറയാം. അവിടെ വന്നിട്ട് ബൈബിൾ സ്കൂൾ തുടങ്ങി. ബൈബിൾ സ്കൂള് 1 വർഷത്തെ കോഴ്സ്. അങ്ങനെ ആ കോഴ്സിൽ പഠിക്കുന്നവരെ നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് വിടും പാസ്റ്റർമാരായിട്ട്. നമ്മൾ ചെന്ന് നോക്കും അങ്ങനെ എങ്ങനെയുണ്ട്, നമ്മൾ അവരെ സഹായിക്കും. IPCക്കാർ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ സപ്പോർട്ട്. അങ്ങനെ നിന്നിട്ടാണ് ഇത്ര ചർച്ചകൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സ്വർഗത്തിലെ സർവശക്തനായ ദൈവം സഹായിച്ചത്. പിന്നെ ഇങ്ങനെ ഓരോ ഓർഫനേജ് ഉണ്ടായിരുന്നു. ഓർഫനേജ് എന്ന് പറഞ്ഞാൽ ഓരോരോ സാഹചര്യങ്ങളിലെ പിള്ളേർ നമ്മുടെ കൂടെ വന്നു കൂടി. ഇവിടത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളില് എന്താ പറഞ്ഞാൽ സ്ത്രീകള് ഗർഭിണികളായിരിക്കുമ്പം അവരങ്ങനെ ഒത്തിരി സംരക്ഷിക്കുക അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഗർഭിണികളായിട്ട് അങ്ങ് ഇരിക്കും, കൊച്ചിലെ കല്യാണം കഴിക്കും, ഇങ്ങനെ പ്രസവം നിർത്തും, അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഒരുപാട് അനാഥ പിള്ളേരുണ്ട് ഇവിടെ. അമ്മമാരങ്ങ് മരിച്ചു പോകും. ഒത്തിരി പിള്ളേരുടെ അമ്മമാര് മരിച്ചു പോയിട്ട് അപ്പന്മാര് വേറെ കല്യാണം കഴിക്കും, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ എങ്ങനെയോ അപ്പനും അമ്മയും മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങള്. പിന്നെ അപ്പനും അമ്മയും ഉള്ളവരാണെങ്കിലും അവര് മക്കളെ നന്നായിട്ട് നോക്കുന്ന ഒരു ഇതില്ല.
സ്പെഷ്യലി പെൺപിള്ളേരുടെ കാര്യം ഇവിടെ എത്ര ഘോരം, എത്ര കഷ്ടമാണ്. ഹല്ലേലൂയ. പെൺപിള്ളേരുണ്ടാകുമ്പോൾ അവർ കരയും, ആൺപിള്ളേരുണ്ടാകുമ്പം ഇങ്ങനെ ഒരു പാട്ട് പാടി ഇങ്ങനെ ആഘോഷം പോലെ വെക്കും അവര്, പാട്ടൊക്കെ മിഠായി ഒക്കെ വിതരണം ചെയ്യും. പക്ഷെ പെൺകുഞ്ഞുങ്ങളുണ്ടായ ഇവർ ഭയങ്കരമായിട്ട് കരയുകയും പിന്നെ ആ പ്രസവിക്കുന്ന സ്ത്രീയെ കുറ്റപ്പെടുത്തുകയും അവരെ വീട്ടിൽ കൊണ്ടാകാതിരിക്കുന്നൊക്കെ ഒത്തിരി ഇതുണ്ട് ബീഹാറില്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പിന്നെ പെൺപിള്ളേരെ പഠിക്കാൻ വിടുകയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇപ്പം പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ ആളുകളുണ്ട്. അവർ ജീവിക്കുന്നത് ഇവിടെ ഭയങ്കര കാസ്റ്റ് സിസ്റ്റമാണ് ഇവിടെ. അവര് താണ ജാതിക്കാരെന്നറിയപ്പെടുന്നവർക്ക് ജോലിയില്ല, വീട്ടിൽ കയറ്റത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അവര് ചെയ്യുന്നത് വേസ്റ്റ് പറക്കും. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ വേസ്റ്റ് പറക്കിയിട്ട് അത് വിൽക്കും. രണ്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിക്ഷ യാചിക്കും. ഭിക്ഷ യാചിക്കുന്ന ഒത്തിരി പേര്, ഒരു ജാതിയാണ് അവർ ഭിക്ഷ യാചിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മളുടെ താമസിക്കുന്ന റോഡിന്റെ സൈഡിലാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ഇങ്ങനെ, ചെറിയ പിള്ളേരാണെങ്കിൽ പിന്നെ സഹിക്കാൻ, 10, 13, 14 വയസ്സുള്ള പെൺപിള്ളേര് പുറത്തിങ്ങനെ ഒരു ചാക്കിട്ടിട്ട് വേസ്റ്റ് പറക്കാൻ വരും. അപ്പം അവർക്കൊരു വിലയില്ല, ആർക്ക് എങ്ങനെ വേണേലും അവരോട് ഇടപെടാം. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ പെൺപിള്ളേരെ ഭയങ്കര എങ്ങനെ സംരക്ഷിച്ച് വളർത്തുന്നു, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പം ചേർത്ത് വെച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ്, എന്താ നിങ്ങൾ പഠിക്കാത്തെ, നിങ്ങളെന്താ മക്കളെ സ്കൂളിൽ പോകാത്തെ? ഞങ്ങളെ ആരും സ്കൂളിൽ ചേർക്കത്തില്ല. പഠിക്കാൻ ഇഷ്ടമാണോ? ഞങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, എന്നാ ട്യൂഷൻ പഠിപ്പിക്കാം. അങ്ങനെ ട്യൂഷൻ പഠിപ്പിച്ച് പിന്നെ അപ്പൊ അതിനകത്ത് നല്ല പിള്ളേരുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞു പിള്ളേര്. അപ്പൊ എനിക്ക് സർക്കാർ സ്കൂളിൽ അങ്ങ് പഠിപ്പിക്കത്തില്ല. ഇവർക്ക് സർക്കാർ സ്കൂള് വേറെ ചില ഓരോരോ ജാതികൾക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടെ. എന്ത് പറയുന്ന, ജയില് വരെ ജാതികൾ തിരിച്ചിട്ട് ജയില് വരെ വയ്ക്കുന്നത് ഇവര്. അപ്പം അങ്ങനെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു ആദ്യം. അന്ന് 200 കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ആളുകൾ കുറെയൊക്കെ എതിർത്ത് പറഞ്ഞ്, നിങ്ങൾ കേരളം പോലെ ഇവിടെ ആക്കാനാണോ തുടങ്ങുന്നത്? എല്ലാവരും പഠിക്കുക, എന്നിട്ട് പോക്കറ്റിൽ ഒരു പേനയും വെച്ച് നടക്കും, ആരും പണിയെടുക്കത്തില്ല. ഞങ്ങളുടെ പാടത്ത് പണിയെടുക്കാൻ ഞങ്ങൾക്ക് ആൾക്കാരെ വേണം, അതുകൊണ്ട് നിങ്ങൾ ഇവരെ പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ആദ്യം കുറെയൊക്കെ എതിർത്ത്. പിന്നെ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് സഹായിച്ചു. പിന്നെ ആ കൊച്ചു പിള്ളേരെ ചർച്ചിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് മീഡിയം. അങ്ങനെ കൃപയാല് അവിടെ സ്കൂള് തുടങ്ങി. ലോക്ക്ഡൗൺ ആയപ്പം സ്കൂള് ഹോസ്റ്റലെല്ലാം നിർത്തേണ്ടി വന്നു. അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് അന്നല്ലോ എല്ലാം നമ്മള് ഇതാണ്, വാടകയാണ്, ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും അന്ന് സൂമിലാണ് മീറ്റിങ്ങുകള്, പ്രാർത്ഥന. അപ്പൊ പാസ്റ്ററിനെ ഒരുപാട് സ്ഥലത്തുനിന്ന് പ്രസംഗിക്കാൻ വിളിക്കുമായിരുന്നു. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ പിള്ളേരുണ്ടെന്ന് പറയുമ്പോൾ, അയ്യോ നിങ്ങൾ വാടകയ്ക്കാണോ? അതെ വാടകയ്ക്കാന്ന്. ശരി, എന്നാൽ ഞാനൊരു 2 സെന്റ് സ്ഥലം ഞാൻ മേടിച്ചു തരാം, ഒരു റൂം ഞാൻ പണിത് തരാം. അങ്ങനെ പലരും ചേർന്ന് കർത്താവിന്റെ മഹാദയ കൊണ്ട് ഇപ്പൊ ഇവിടെ പിള്ളേർക്ക് താമസിക്കാൻ ഒരു വീട്, സ്കൂള്, സ്ഥലം മേടിച്ചു. സ്കൂൾ ചെറുതായിട്ട് പണിതു. 3-ാം ക്ലാസ് വരെ പിള്ളേർ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നതില് നമ്മുടെ ഇവിടെ സുവിശേഷം അറിയിക്കുന്ന പാസ്റ്റർമാരുടെ മക്കളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം നാളെ അവര് പറയണമല്ലോ, എൻ്റെ അപ്പൻ കർത്താവിന് വേണ്ടി നിന്നത് കൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് ഈ മക്കൾ പറയണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അത് അവരെല്ലാം ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കർത്താവ് ഓരോ ദിവസവും അപ്പത്തെ കാര്യങ്ങൾ നടത്തി ദൈവം ഇന്നുവരെ മുട്ടില്ലാതെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. അതിനൊരു കാരണം ഇത്രയേ ഉള്ളൂ, കർത്താവ് ബീഹാറിനെ സ്നേഹിക്കുന്നു, ബീഹാറിലെ മക്കളെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങള് ഇവിടെ വിശ്വാസത്തിലേക്ക് വരുന്നവര് നമ്മളുടെ മാനദണ്ഡം അനുസരിച്ച്, നമ്മളൊക്കെ അവിടെ കണ്ടേക്കുന്ന ചർച്ചിലേക്ക് വരുന്നത് എല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, അതൊക്കെ നമ്മൾ കണ്ടേക്കുന്നത്. ഇവിടെ അങ്ങനെ വെക്കുന്ന വലിയ ദൈവത്തോട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്, കർത്താവിനോട് ഇഷ്ടമാ, വിശ്വാസം, പക്ഷെ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ അങ്ങനെയൊക്കെ ഇവർക്ക് തയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ മടുത്ത് ഇവിടെ നമുക്ക് പോവുക, ഇവിടെ റിയലായിട്ട് ആരും രക്ഷയിലേക്ക് വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ്, അല്ല അങ്ങനെ നമ്മൾ എങ്ങനെയാ പോകുന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും ചെന്ന് ഒരു 10 ആത്മാക്കളെ നമ്മൾ നേടി അത് കർത്താവ് സ്വർഗത്തിലേക്ക് അതിന് അവർ പൊയ്ക്കോളൂ. ഇവിടെ ഇവർ സ്വർഗത്തിൽ പോകാനൊരു തയ്യാറെടുപ്പൊന്നും ഇവർക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്നൊരു തീരുമാനം എടുത്തു. ഒരു 2013 ആകുന്ന സമയത്ത് 9 ഞങ്ങൾ വന്ന് 13 അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്ത് കർത്താവിനോട് തന്നെ നമുക്ക് ചോദിക്കാം, ഞങ്ങൾ ഇവിടെ നിന്ന് പോകട്ടെ എന്ന് ചോദിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നപ്പോ കർത്താവ് ഒരു ദർശനം കാണിച്ചെന്ന്. അത് ബീഹാറിന്റെ മാപ്പിന്റെ നടുവിൽ യേശുവിന്റെ പാദം, ആണിപ്പഴുതുള്ള പാദമാണ്. അപ്പം കുറെ പേരിങ്ങനെ കുറേ ആളുകൾ നമുക്ക് നോക്കത്താ ദൂരത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവേ ബീഹാറിനെ രക്ഷിക്കണേ, ബീഹാറിനെ രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ യേശുവിന്റെ പാദത്തിലേക്കാണ് വീഴുന്നത്. അപ്പൊ ഒരു തുള്ളി കണ്ണുനീർ യേശുവിന്റെ പാദത്തിലേക്ക് വീഴുമ്പം അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ്, യേശുവിന്റെ കാലിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പുറപ്പെട്ടിട്ട് അത് ബീഹാറിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നതായിട്ട്. പ്രൈസ് ഹല്ലേലൂയ. യേശു അപ്പൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു, യേശു ബീഹാറിനെ സ്നേഹിക്കുന്നെങ്കിലും നമുക്ക് എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ. ഹല്ലേലൂയ. അങ്ങനെ ബീഹാറിലെ മക്കളെ സ്നേഹിക്കാനും ബീഹാറിലെ പ്രായമുള്ള അമ്മമാരെ സ്നേഹിക്കാനും ഒക്കെ കർത്താവ് കൃപ തന്നു. ഞങ്ങള് 50 അമ്മമാർക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കും, പിള്ളേർ ഇവിടെ സ്വർഗിലെ പിള്ളേരെ കൊടുത്തു വിട്ടും അവർ വീട്ടിൽ വന്നിരുന്ന് കഴിക്കും. അങ്ങനെയൊക്കെ. കാരണം ഇവിടെ പേരൻസ് പ്രായമായാൽ മക്കളെ നോക്കുന്നില്ല, നോക്കത്തില്ല. അവര് പറയും നിങ്ങൾ പുറത്തു പോയിക്കോ, നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ. നിങ്ങൾ ഒന്നാമത് ഇവർക്ക് താമസിക്കാനൊക്കെ സ്ഥല സൗകര്യം എല്ലാം കുറവാണ്. പാവപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൈസ ഉള്ളവർ വളരെ ചുരുക്കമാണ്, ഏകദേശം എല്ലാവരും തന്നെ പാവപ്പെട്ട ആൾക്കാർ. അപ്പൊ അവരെ അപ്പനും അമ്മനെയൊന്നും അങ്ങനെ അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം അത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ദൂരമായിപ്പോയി. ഇപ്പം മാസം അവർക്ക് എന്തെങ്കിലും അരി സാധനങ്ങളൊക്കെ, അരി, ആട്ട, എണ്ണ അങ്ങനെ മാസം മാസം അവർക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് സർവശക്തനായിരിക്കുന്ന കർത്താവ് ഇന്ന് വരെ നടത്തുന്നു. ഇന്നലെ ഞങ്ങളൊരിടത്ത് സുവിശേഷം പറയാൻ പോയപ്പം അവിടെ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ, കണ്ണ് കാണത്തില്ലെന്നാണ് പറയുന്നത് അമ്മച്ചിക്ക്. ശരിക്കും അപ്പച്ചൻ മരിച്ചുപോയി, മക്കളില്ലായിരുന്നു, ഒത്തിരി പ്രായമുണ്ട്. ഞാൻ ചോദിച്ചമ്മ എന്നാണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, മോനെ വിശന്നിട്ട് വയ്യ മക്കളെ, വിശന്ന് മരിക്കുമെന്നാ തോന്നുന്നേ എന്ന് അമ്മ എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ വിശന്ന് മരിക്കുമെന്നും വേണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് വേണ്ടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ പിന്നെ ഒന്ന് ഭക്ഷണമൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. പിന്നെ അരി ആട്ടങ്ങളെല്ലാം അവർക്ക് വേണ്ടി കൊടുത്തു വിട്ടാൽ അവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ കൂടെ പോരാ അമ്മച്ചി, എനിക്ക് ഈ മടയ്ക്കകത്ത് ഞാൻ കിടന്നോളാം മോനെ, ഒരു ചെറിയ ഷർട്ടാ, ഇവിടെ കിടന്നോളാം, എനിക്ക് അങ്ങനെ വേറെ വീട്ടിലൊന്നും താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇവിടെ വന്നിട്ട് അവിടെ അടുത്തൊരു പെൺകൊച്ചിനോട് പറഞ്ഞു, മോനെ നീ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അരി ആട്ടയൊക്കെ കൊടുക്കും. അങ്ങനെ ഇവിടത്തെ സുവിശേഷകല എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു സാധാരണമായിട്ട് നമുക്ക് ഇവിടെ സുവിശേഷകല ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് ഇവിടെ. എങ്കിലും അവരോട് നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരമായൊരു പരിഹാരകൻ ഉണ്ടെന്ന് പറയാനായിട്ട് ദൈവം തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഒത്തിരി അപ്പനും അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അവർക്കെല്ലാം നല്ല ഭാവി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും. ഒരാളിപ്പം അവനപ്പനും അമ്മയും ഉള്ളതാണ്, പക്ഷെ അവര് അതുപോലെ ദൈവവേല ചെയ്യുന്നവരുടെ മക്കളാണ്. ഒരാള് BSc നേഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്, ഒരാള് ITIക്ക് പഠിക്കുന്നു, 2 പേര് +2 പഠിക്കുന്നു, ബാക്കി എല്ലാവരും മെട്രിക്കില് 9ാം ക്ലാസ് അങ്ങനെയൊക്കെ പഠിക്കുന്ന പിള്ളേരാ. ഹല്ലേലൂയ. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സർവശക്തനായിരിക്കുന്ന അത്യുന്നതൻ, ഈ ഭൂമിയെ ഉണ്ടാക്കിയ കർത്താവ്, നമ്മളെല്ലാവരെയും സ്വന്തം കൈകൊണ്ട് മെനഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് രക്ഷിക്കാൻ, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാ മഹിമയും വെടിഞ്ഞുകൊണ്ട് ഈ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്ന് മനുഷ്യന്റെ ആട്ടും തുപ്പും എല്ലാം സഹിച്ചു, എല്ലാ അടിയും എല്ലാം സഹിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്
ഒത്തിരി കഷ്ടപ്പാട് സഹിച്ച എൻ്റെ അപ്പൻ, ഹല്ലേലൂയ, നമ്മുടെ അപ്പൻ ബീഹാറിനെ സ്നേഹിക്കുന്നു, ബീഹാറിലെ ജനങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പന്റെ രക്തത്തിന്റെ വിലയാണ് ഈ ബീഹാറിലെ ജനങ്ങളും. പക്ഷെ അവർ ഒത്തിരി സാത്താന്റെ അടിമതിലാണ് ജീവിക്കുന്നത്. ഒരു പനി ഉണ്ടായാൽ മന്ത്രവാദം ചെയ്യും, പാമ്പ് കടിച്ചാൽ മന്ത്രവാദം ചെയ്യും, പാമ്പ് കടിച്ചാൽ പോലും ആശുപത്രിയിലോട്ട് കൊണ്ടാതെ മന്ത്രവാദം ചെയ്യും, പ്രസവത്തിന് മന്ത്രവാദം ചെയ്യും. ഭയങ്കരമായിട്ട് അന്ധവിശ്വാസത്തിലാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരുപാട് ജനങ്ങളുള്ളത്. പക്ഷെ ഇവിടെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി ചുരുക്കം പാസ്റ്റർമാരാണുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ തന്നെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അത് എന്നാൽ മാത്രമേ ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും, ജോയിസ് ടിവിയുടെ എല്ലാ മെമ്പേഴ്സും, ബീഹാറിലെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ബീഹാറിലെ സ്ത്രീകളെ ഓർത്ത്, ബീഹാറിലെ പ്രായമുള്ളവരെ ഓർത്ത് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മളൊക്കെ, ഞാനൊക്കെ, എല്ലാവരും നമ്മൾ അങ്ങനെയാ. കേരളത്തിലുള്ളവരെല്ലാം 3-4 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ബീഹാറിലുണ്ട്. പക്ഷെ കർത്താവ് അവരെ സഹായിക്കും. അതിനുള്ള വഴികളെല്ലാം ദൈവം തുറക്കണം. ഗവൺമെന്റിനോട് ദൈവം സംസാരിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇവിടുത്തെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ പാസ്റ്ററിന്റെ പേര് ജഹാംഗീർ എന്നാണ്. ജഹാംഗീർ വലിയ ഷെയ്ഖ് എന്നാണ് പാസ്റ്ററിന്റെ പേര്. പാസ്റ്റർ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും കൺവെൻഷൻ മീറ്റിങ്ങിനൊക്കെ പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും ആരോഗ്യം കുറച്ച് പ്രശ്നമുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ബ്രെയിൻ സ്ട്രോക്ക് വന്ന് ഒരു പ്രാവശ്യം, പിന്നെ കഴിഞ്ഞ വർഷം മഞ്ഞപ്പിത്തം വന്നു. അങ്ങനെ എൻ്റെ എല്ലാം ബോഡി ഷേപ്പ്, ബോഡി അതെല്ലാം മാറിപ്പോയി. എനിക്ക് പണ്ട് ഞാനെല്ലാം ഒത്തിരി സ്ട്രോങ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ല. പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്തെല്ലാവരും പ്രാർത്ഥിക്കണം. സർവശക്തനായ കർത്താവാണ് നമ്മുടെ ദൈവം, നമ്മളെ വിളിച്ച ദൈവം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, യേശു നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, യേശു നമ്മളെ ഒരിടത്തും കൈവിടത്തില്ല. ഒരിടത്തും നമ്മൾ ലജ്ജിച്ചു പോകാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ അനുവദിക്കത്തില്ല. അവൻ നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളെ ആ കർത്താവ് നടത്തും. പിന്നെ നമ്മൾ ആ യേശുവിന് വേണ്ടി ഒന്ന് വിനയപ്പെടണം. കർത്താവെ, അങ്ങനെ ഞാൻ വിനയപ്പെടുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണേ എന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ രാത്രിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കുറച്ച് വിഷമം വന്നു. ഹോസ്റ്റലിലെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അവർക്ക് അതിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിക്കാൻ അവർക്ക് കഴിയുന്നില്ലേ കർത്താവെ, എന്താ സംഭവിക്കുന്നേ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പം ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വെറും സീറോയാ, മനുഷ്യൻ സീറോയാ. ഒന്നുകിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും, അല്ലെ പിശാച് നമ്മളെ ഉപയോഗിക്കും. നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാനുള്ള ഒരു പ്രാപ്തി മനുഷ്യനില്ല, അവൻ സീറോയാ. അപ്പൊ പിന്നെ സീറോയായി നിൽക്കുമ്പം എത്ര സീറോ വേണേലും നമുക്ക് എങ്ങനെ ഇടാം, നമ്മുടെ സീറോയാ. ഈ സീറോയില് ഒന്നിന്റെ സ്ഥാനത്താണ് കർത്താവ് ഉള്ളത്. കർത്താവ് ഒന്നിന്റെ സ്ഥാനത്തുണ്ട്. അപ്പം ഈ ഒന്ന് നമ്മൾ എവിടെ വെക്കുന്നു, ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഈ സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് 1 വെച്ചാൽ, ഒരു സീറോ ഇട്ടിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 1 വെച്ചാൽ അതിന് മൂല്യവും വിലയുണ്ട്, അത് 10 പോകും. ആ സീറോയുടെ അപ്പുറം കൊണ്ടേ കർത്താവിനെ വെച്ചാൽ ഒരു വിലയും അതിൽ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയില്ല. എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എന്തിനാ വിശ്വസിക്കുന്നത്? യേശുവേ എനിക്കത് തരണേ, യേശുവേ എനിക്കിത് തരണേ, യേശുവേ എനിക്ക് നല്ല ഭാവി തരണേ, യേശുവേ. അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു കൂട്ടി യേശുവിനെ നമ്മളെ സഹായിക്കുന്ന ഒരാളാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അല്ലാതെ യേശുവിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചിട്ട്, യേശുവേ ഇതാ ഞാനൊരു സീറോയാ, എന്താണെന്ന് വെച്ചാൽ കർത്താവ് അങ്ങ് ചെയ്യ, എനിക്ക് വേണ്ടി, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുക. എന്റെ കർത്താവ് എന്താണോ എന്നെ ഉദ്ദേശിക്കുന്നത്, എന്നിൽ കൂടി എന്റെ കർത്താവ് എന്താണോ ആഗ്രഹിച്ചത്, എന്നെ സൃഷ്ടിച്ചപ്പം ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ചിന്തകളും വിചാരങ്ങളും മണലിനേക്കാൾ അധികമാണെന്നാണ് പറയുന്നത്. വെറുതെ നമ്മളങ്ങ് വന്ന് പെട്ടതല്ല ഈ ഭൂമിയിൽ. കർത്താവ് നമ്മളെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുൻപേ ഒരു പദ്ധതി നമ്മളിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ വിട്ടത്. ആ പദ്ധതി തിരിച്ചറിയാനായിട്ട്
കർത്താവിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വെക്കണം. ഹല്ലേലൂയ. കർത്താവിനെ നമ്മുടെ റൈറ്റ് സൈഡിൽ വെച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ എന്നും സീറോ ആയിരിക്കും, എന്നും സീറോ ആയിട്ട് തന്നെ തുടരും. കാര്യം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, ഇരിക്കുന്നത് റൈറ്റ് സൈഡിലായി പോയി, പക്ഷെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെക്കണം എന്ന് പറഞ്ഞാല്, കർത്താവെ ഞാനിതാ, അങ്ങ് ചെയ്യപ്പാ. അപ്പൻ ഭയങ്കര സന്തോഷാ ചെയ്യാൻ. ഹല്ലേലൂയ. നമുക്കെല്ലാം വാരിക്കോരി തരാൻ തന്നെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഒരു മുട്ടില്ലാതെ നടത്താൻ തന്നെ തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ എങ്ങനെയാ തമ്പുരാൻ നടത്തിയത്? ഹല്ലേലൂയ. തന്റെ ജനത്തെ വഴിയില്ലാതെ ശത്രു പുറയിൽ വന്ന് നിൽക്കുക, രണ്ട് സ്ഥലത്തും പർവ്വതം. ഹല്ലേലൂയ. എന്റെ തമ്പുരാൻ, ജനങ്ങള് പറഞ്ഞ് ഞങ്ങൾ തീർന്നു, ഇനി ഇല്ല, വഴിയില്ലെന്ന് പറഞ്ഞപ്പം എന്റെ കർത്താവിന് ഒരു പുതിയ വഴി ഉണ്ടാക്കാൻ പറ്റി. ഹല്ലേലൂയ. ആർക്കും ചെയ്യാൻ പറ്റാത്തതുപോലെ എന്റെ കർത്താവ് പുതിയൊരു വഴി ഉണ്ടാക്കി. ആ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്ന് മാത്രം ചെയ്യണം, നമ്മൾ ആ കർത്താവിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെക്കണം. ഹല്ലേലൂയ. അതായത് ആ കർത്താവിന്റെ പാദത്തിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് അതായി തീരട്ടെ ഞാൻ. അപ്പൊ കർത്താവ് ദാവീദിനെ പോലെ, യോസഫിനെ പോലെയോ, നഹമ്യാവിനെ പോലെ, മോശയെ പോലെ എല്ലാം കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾ മുഖാന്തരം, നമ്മൾ കുറവില്ല. ദൈവം ഏതൊരു പൂർണ്ണനെയും ഉപയോഗിച്ചിട്ടില്ല. കർത്താവ് ഉപയോഗിച്ചവർക്കെല്ലാം കുറവുകൾ ഉണ്ടായിരുന്നു. മോശയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ദാവീദ്, അവൻ ചെറിയ ആളായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കുറവുള്ളവരെ തന്നെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. കർത്താവിന് എല്ലാവരെയും ഉപയോഗിക്കാൻ കഴിയും. കർത്താവ് ഒരാളെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവർക്കൊരു കഴിവ് കൊണ്ടിട്ടല്ല, അവരുടെ കഴിവല്ല, അവർക്കൊരു കഴിവുമില്ലാതെ അവർ ശൂന്യത്തിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് അവരെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളെ തമ്പുരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കർത്താവിനെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചോദിക്കണം. കർത്താവ് എന്താ അപ്പ അങ്ങ് ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ചെയ്യാം എന്ന് പറയുമ്പം ആ അപ്പൻ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ആ അപ്പൻ നമ്മളെ വഴി നടത്തും. ഒന്നുമല്ലാതിരുന്ന എന്നെ കർത്താവ് ഇവിടെ വരെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ മഹാകരുണയും മഹാദയയും കൊണ്ടാണ്. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വിഷക്കുപ്പിയിൽ തീർന്നു പോകേണ്ട എന്നെയാണ് കർത്താവ് ഇന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതുകൊണ്ടാണ് അന്നത്തെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഏതൊരു കുഞ്ഞിനെ കണ്ടാലും ഞാൻ അവരുടെ പിറകെ പോകും. എങ്ങനെയുണ്ട്, എന്തുണ്ട്, ആരുണ്ട്, ഇങ്ങനെ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കും. അത് ഞാൻ അന്നൊന്ന് അനുഭവിച്ചതായ ആ കഷ്ടത എന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഒന്നും അല്ലാതിരുന്ന എന്നെ, വെറും പൊടി പോലെയുള്ള ഒരു ആളാണ് ഞാൻ. എന്റെ കുടുംബത്തിൽ ഏറ്റവും ഒരു കഴിവുമില്ലാത്ത, ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഞാൻ. കർത്താവ് തമ്പുരാൻ എന്നെ കണ്ടപ്പോ കർത്താവ് തന്റെ കരുണയാൽ എന്നെ അനേകർക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് കർത്താവിന് പ്രസാദം തോന്നി. ആ ദൈവം നിങ്ങളെല്ലാം ശക്തമായിട്ട്, എന്നേക്കാൾ ശക്തമായിട്ട് ദൈവം നിങ്ങളെല്ലാം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, തന്റെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ. 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 നല്ലവനെന്ന് രുചിച്ചറിവിന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ. ആ തുണയായ കർത്താവ്, അസഹായിയായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ ബലത്തോടെ നടത്തും. സ്വർഗത്തിൽ വരെ നമ്മളെ എത്തിക്കും, കരത്തിൽ നിന്ന് വിടത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോയതാണല്ലോ, അവിടെ വരെ നമ്മളെ കരം പിടിച്ചു കൊണ്ടുപോകും. അവൻ വിശ്വസ്തനാണ്. പൂർണ്ണ വിശ്വസ്തനാണ്. നമുക്കും വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കാം. ദൈവം നമ്മളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. മറിയെ പോലെ മറിയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൂതൻ വന്ന് മറിയോട് പറഞ്ഞപ്പോൾ വലിയൊരു വാക്കാണ്. എന്നാൽ അത് ഒരു സാധാരണ സഹോദരിമാർക്കൊന്നും വിശ്വസിപ്പാനോ അവരുടെ ജീവിതത്തിൽ അത് വഹിപ്പാനോ കഴിയാത്തതാണ്. എന്നാൽ മറിയ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസിയെ പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തു. കർത്താവിന് അനേക കുഞ്ഞുങ്ങൾക്കൊരു മാതാവായി, അനേക മാതാക്കൾക്കൊരു മകളായി, അനേക സഹോദരിമാർക്കൊരു സഹോദരിയായി പ്രിയ സിസ്റ്ററെ ജെസ്സി ജഹാംഗീറിനെ കർത്താവ് അവിടുന്ന് നിർത്തിയിരിക്കുന്നു.
ആ ബീഹാറിൻ്റെ പ്രദേശത്ത് അനേകരെ ഇനിയും കർത്താവിന് വേണ്ടി നേടുവാൻ, സിസ്റ്റർ ദർശനം കണ്ടതുപോലെ അനേകരെ ബീഹാർ മുഴുവനും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെടുവാനും അനേക ആയിരങ്ങളെ ബീഹാറിൽ എഴുന്നേൽക്കുവാനും പ്രിയ കർത്താവിൻ്റെ ദാസിയിലൂടെയും ദാസനിലൂടെയും ദൈവം അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പാ അവിടുന്ന് കരുണയുള്ള ദൈവമായിരിക്കാൻ സ്തോത്രം. അവിടുന്ന് സ്വർഗത്തിന്റെ എല്ലാ മഹിമകളെയും വെടിഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അങ്ങേ പോലെ ഒരു ദൈവമില്ല, അങ്ങേ പോലെ ഒരു പിതാവില്ല കർത്താവേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ 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 സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണപ്പാ. ഹല്ലേലൂയ. ജോയ്സ് ടിവിക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേമനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്, നിന്റെ മകളെ ഉപയോഗിക്കുന്നതിനായി അനേകായിരങ്ങളെ കർത്താവെ ബലപ്പെടുത്തുവാൻ, അനേകായിരങ്ങൾക്ക് ധൈര്യം കൊടുക്കുവാൻ, പലരുടെ സാക്ഷ്യത്തെ കർത്താവെ കേൾപ്പിക്കുവാൻ കർത്താവ് നിന്റെ മകൾ കൊടുത്ത എല്ലാ ആലോചനയ്ക്കായി സ്തോത്രം. വേലയെ ദൈവം 100 മടങ്ങ് അനുഗ്രഹിക്കണമേ. അവൾ കൂടി അനേകായിരങ്ങൾ യേശുവിനെ അറിയുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന എല്ലാ ദേശത്തിലുള്ളവർ ഞങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ അറിയുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നമ്മളെയും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി തരുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു അങ്ങനെ ആയിരിക്കാൻ സഹായിക്കണമേ കർത്താവ്. ഈ ലോകത്തിലുള്ള ഒന്നും ഞങ്ങൾക്ക് വേണ്ടപ്പാ. ഈ ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ലപ്പാ. അതറിഞ്ഞുകൊണ്ട് നിൽപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സർവ്വ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങളും കൃപ കൊണ്ടും നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ.